ഓർമ്മയിലെന്നും ഓർക്കുന്നത് വ്യക്തികളെയാണെങ്കിലും മുന്നിലെത്തുന്നത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. മലയാള സിനിമയുടെ ചരിത്രം കൂടിയാണ്. ബെഞ്ച് മാർക്ക് എന്നൊരു ഇംഗ്ലീഷ് പദം നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അത്ര പെട്ടെന്ന് ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ, അത്ര വേഗത്തിൽ ആർക്കും എത്തിച്ചേരുവാൻ കഴിയാത്ത ഉയരങ്ങൾ, ആഴങ്ങൾ, അങ്ങനെ പലതിനും ഈ പദം നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്നു. മറ്റേത് മേഖലയിലും എന്ന പോലെ നമ്മുടെ ചലച്ചിത്ര മേഖലയിലും ചരിത്രമായ എത്രയോ ബെഞ്ച് മാർക്കുകളുണ്ട്. അതെ, ചരിത്രമേറെയുള്ള മലയാള സിനിമയിൽ അയാൾ പോലും അറിയാതെ ചരിത്രമായി മാറിയ ഒരു മനുഷ്യൻ, അയാൾ സ്ഥാപിച്ച ബെഞ്ച് മാർക്കുകൾ അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പോലും ആവുന്നതല്ല. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയ്ക്ക് അയാൾ സമ്മാനിച്ച താരപ്പകിട്ട്. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാൾ സ്ഥാപിച്ച റെക്കോർഡുകൾ. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാളുടെ മനുഷ്യത്വം. സുമുഖനും സുന്ദരനുമായ ഒരു നായകന് തലമുറകൾ അളവും അതിരും ആഴവും നിർണയിച്ചത് ഈ മനുഷ്യനെ വെള്ളിത്തിരയിൽ കണ്ടായിരുന്നു. ഇനി എത്ര തലമുറകൾ ഇവിടെ വന്നു പോയാലും അവർക്ക് മുന്നിലെ നിത്യഹരിത നായകനായി മറിക്കും തോറും വിസ്മയമേറുന്നൊരു ചരിത്ര പുസ്തകമായി ഒരാൾ. ഇന്ന് ആദ്യ അധ്യായത്തിൽ ഓർമ്മയിൽ എന്നും പ്രേം നസീർ. തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി. എന്റെ പേര് ആരോമലുണ്ണി. ആ ചെക്കന്മാര് പറയാ എനിക്ക് ഭ്രാന്താണെന്ന്. CID നസീർ. മിണ്ടാത്തതെന്താണു തത്തേ? ഈ നമ്പിയുടെ മുഖത്ത് നോക്കി വാളെടുക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. രാവും പകലും പണിയെടുത്തിട്ടും പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്ത്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. പതുക്കെ മണിയടിക്കും, പള്ളിമണി ആയാലും പൊട്ടിപ്പോകും. നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. ഓർമ്മയിലെന്നും. നിത്യഹരിത നായകനെ കുറിച്ചാണ് ഈ ആദ്യ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ അതിലാദ്യമായി പേര് വരേണ്ടത് തീർച്ചയായും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ മലയാളത്തിന്റെ നിത്യഹരിത നായികയുടെ പേരാണ്. അതിഥിയായി ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലെ ആദ്യ അതിഥിയായി സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഷീലാമ്മ. ഷീലാമ്മ, സ്വാഗതം. സാന്നിധ്യം കൊണ്ട് തന്നെ ഈ പരിപാടിയെ സമ്പന്നമാക്കിയതിന് ഹൃദയപൂർവ്വം നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. സന്തോഷം, വളരെ സന്തോഷമുണ്ട് എന്നെ വിളിച്ചതിനും. എന്നെ എങ്ങനെയെങ്കിലും ഓർക്കാൻ സാധിച്ചല്ലോ ജനങ്ങൾക്കെല്ലാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓർമ്മയിലെന്നും. ഷീലാമ്മ, ഓർമ്മയുടെ താളുകൾ ഇങ്ങനെ മറച്ച് തുടങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷനിൽ കണ്ട, സ്ക്രീനിൽ കണ്ട ആളുകൾ എന്നതിനപ്പുറം ആ കാലഘട്ടത്തിലെ സിനിമാ നിർമ്മാണം, വിതരണം, തിയേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിവുകൾ മാത്രമാണ്. അത് നിങ്ങളെയാണ് മറ്റുള്ളവർ കണ്ടറിഞ്ഞത്. അത്രയധികം ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം സിനിമ ഇൻഡസ്ട്രികൾ ലോകം മുഴുവൻ, ഇന്ത്യയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, ലോകം മുഴുവൻ ഉണ്ടെങ്കിലും ഒരു വേൾഡ് റെക്കോർഡ് 130ഓളം ചിത്രങ്ങളിൽ നായികനായകന്മാരാവുക എന്ന് പറയുന്ന ഒരു വേൾഡ് റെക്കോർഡിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, കുറച്ച് വിദൂരമായൊരു ഭാവിയിൽ ഈ റെക്കോർഡുകൾ തകർക്കപ്പെടും എന്ന്. അങ്ങനെ എന്തെങ്കിലും ഈ അഭിനയിക്കുന്ന ഇത്രയും സമയം നമ്മൾ ഒന്നിച്ച് ചെലവഴിക്കുന്നതിനിടയിൽ ഇതൊരു അത്ഭുതമായി, ഇത്ര സിനിമയായി നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും എണ്ണം കഴിഞ്ഞു എന്നൊക്കെ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഒന്നിച്ചുള്ളപ്പം? ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എല്ലാവരും പറയുന്നു 107, 110, 130 എത്രയോ പടങ്ങൾ ഒരുമിച്ചായി, അത് കാരണമാണ് ഗിന്നസ് ബുക്കിൽ നിങ്ങളുടെ പേര് വന്നതെന്ന് പറയുന്നു. അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിക്കും. എനിക്കറിയില്ല, അതിൻ്റെ കണക്കൊന്നും അറിയില്ല. ഇനി ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
ഒരു 5, 6, 7, 8 പടങ്ങൾ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രേമിക്കും, കല്യാണം കഴിക്കും. അല്ലെങ്കിൽ ആ പെണ്ണ് ഉടനെ ഇവിടുന്ന് കുറേ കാശൊക്കെ ഉണ്ടാക്കി അവർ പോയി വേറെ കല്യാണം കഴിക്കും, ഇയാൾ വേറെ കല്യാണം അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ പറയും ഈ ജോഡി എത്രയായി, ഞങ്ങൾക്ക് മടുത്തെന്ന് പറയും. മടുത്തു എന്ന് പറയും, അവർക്ക് മടുത്തു. പക്ഷെ അന്ന് ടെലിവിഷൻ ഇല്ല, വേറെ ഒന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു വഴിയില്ല. ഇപ്പോൾ വന്ന് നോർത്ത് നിന്നും കർണാടകത്തു നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ കുറേ പെണ്ണുകൾ വരുന്നു, കുറേ ആണുങ്ങളും വരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ. അവർക്ക് വേറെ ചോയ്സ് ഇല്ല, ഷീല നസീർ എന്നല്ലാതെ വേറെ ചോയ്സ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല, ആ സമയത്ത് അങ്ങനെ വേറൊരു ചോയ്സ് വന്നാലും ഞാൻ അതുകൊണ്ടാണ് അന്നത്തെ പ്രേക്ഷകന്റെ കാര്യം വന്നത്. ഈ പ്രേക്ഷകർ സമ്മതിക്കണമല്ലോ. അത് ശരി. അല്ലെ, ഇപ്പൊ ഒരു 5 പടം അഭിനയിച്ചു, അത് വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പക്ഷെ അന്നും മാറ്റപ്പെട്ടു, നമുക്കറിയില്ല. അതെ, ഇത്ര വലിയൊരു റെക്കോർഡ് മാത്രമല്ല, ഞാനിങ്ങനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി നോക്കുമ്പം വീണ്ടും തകർക്കാനാവാത്ത റെക്കോർഡുകളിൽ ഒന്നുള്ളത് ഏതാണ്ട് 700ഓളം സിനിമകളിലാണ് നസീർ സാർ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. 700 1000 പടങ്ങൾ അങ്ങേര് അഭിനയിച്ചിട്ടുണ്ട്. ആ, അങ്ങേര് ഞാൻ 1000 നായകനാ പറഞ്ഞേ. നായകനായിട്ട് സിനിമ 1000, ആ നായകൻ മാത്രം 700. അത് ശരി. ഇന്നിപ്പോ ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു നായകനെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, അതിന്റെ ഒരു കാലപരിധി, അതിന്റെ ഒരു വലുപ്പം. 725 സിനിമകളിലാണ് നായകനായിട്ട്. അങ്ങേര് അഭിനയിച്ചതുപോലെ നൈറ്റ് ആൻഡ് ഡേ ആരും അഭിനയിച്ചിട്ടില്ല. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അഭിനയിച്ചത് കേട്ടോ. ചുമ്മാ അതൊന്നും ഒരു പടം 2 പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലോക്കിൽ കിട്ടും. പിന്നെ ഇത്ര കാലങ്ങളോളം ഇപ്പോഴും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും അങ്ങേരെ പറ്റി ഓർമ്മിക്കാൻ വെച്ചാൽ അങ്ങേരെ ഹാർഡ് വർക്കാണ് അതിൻ്റെ കാര്യം. പിന്നെ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വൈബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, അത് ആരുടെ കഷ്ടവും ഒരു പ്രൊഡ്യൂസറും കഷ്ടപ്പെടാൻ പാടില്ല. അങ്ങേരുടെ കാര്യത്തിൽ നോക്കിയാൽ അങ്ങനെയാണ് അങ്ങേരുടെ സ്വഭാവം. അതാണ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആരും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്രയും പടങ്ങൾ, ഇത്രയും 10-20 കൊല്ലം ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ദേഷ്യപ്പെട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ടേ എടാ എന്താ അങ്ങനെ ചെയ്തത് എന്ന് പോലും, അല്ലെങ്കിൽ താഴെ വീണല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യർ ഇത്രയും സിനിമ ഇത്ര അധ്വാനിക്കുമ്പം, ഉറക്കം നിൽക്കുമ്പം, യാത്ര ചെയ്യുമ്പം, ഇത്ര അധികം കഥാപാത്രങ്ങളായിട്ട് മാറുമ്പം ഒരാൾക്ക് ദേഷ്യം വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണല്ലോ. ശരി, അതെ, അത് ജനനീയമുള്ളൊരു സ്വഭാവങ്ങളാണ്. പെട്ടെന്ന് അഭിനയിക്കാൻ വെച്ചാൽ കുറച്ച് നാൾ, 1 കൊല്ലം അഭിനയിക്കാം, 2 കൊല്ലം അഭിനയിക്കാം. പക്ഷേ ജനനീയ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് അങ്ങേര്. നീ ഒരു ദിവസം ഈ അന്നൊക്കെ ഷെഡ്യൂൾ കാണല്ലേ, രാവിലെ ഒരു സിനിമ, ഉച്ചയ്ക്ക് ഒരു സിനിമ, വൈകിട്ടൊരു സിനിമ, അങ്ങനെ അഭിനയിച്ചിട്ടില്ല? അതെ അത് രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ധാവണിയൊക്കെ ഇട്ടുകൊണ്ട് 2 പേരും പാട്ടൊക്കെ പാടിയോണ്ട് ഇരിക്കുന്ന അതായത് കാലത്ത് 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടനെ പോയി തലയിലൊക്കെ കുറേ നേരെയൊക്കെ ഇട്ടുകൊണ്ട് മകനെ നിനക്ക് വേണ്ടി എന്നൊരു പടത്തിൽ അമ്മയും എൻ്റെ മകനായിട്ട് നസീർ സാർ അഭിനയിക്കും. രാത്രി ആവുമ്പോൾ ഞാൻ അങ്ങേരെ ഭാര്യയായിരിക്കും. രാത്രി അത് ഒരു 9 മണി മുതൽ രാത്രി 2 മണി വരയ്ക്കും അങ്ങേരെ ഭാര്യയായിട്ട് അഭിനയിക്കും. അങ്ങനെ 4 ഷെഡ്യൂൾ. പിന്നെ രാത്രി 2 മണി മുതൽ കാലത്ത് 5 മണി വരയ്ക്കും പോലും 4ാമത്തെ ഷെഡ്യൂൾ. രാവിലെ പിന്നെ മോളായി ഇങ്ങനെ. പക്ഷെ ഞാൻ തന്നെ നസീർ സാർ വരും, എന്താ കൊച്ചാ ഇന്ന് എന്താ, ഞാൻ മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. വേറെ അടുത്തടുത്തുള്ള ഫ്ലോറല്ലേ, അടുത്താണ് AVN സ്റ്റുഡിയോ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി അഭിനയിക്കും, അവിടെ നിന്ന് അവിടെ പോയി അഭിനയിക്കും. നസീർ സാർ പെട്ടെന്ന് പോയി ശാരദയുടെ ആയിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ ഓടി വന്ന് ഇവിടെ അഭിനയിക്കും ഒക്കെ. ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡബ്ബിങ്ങിന് വേണ്ടി AVN സ്റ്റുഡിയോയിൽ പോയിരുന്നു. ആ സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് നെഞ്ച് പൊട്ടിപ്പോയി. കാരണം അത്രത്തോളം പടങ്ങൾ ഞങ്ങൾ അവിടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ, കലാകാരന്മാരെല്ലാം ഇന്നത്തെ കാലത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പുതിയ ആൾക്കാർ തള്ളി നുണ പറഞ്ഞു എന്നൊക്കെ പറയും. കാരണം എന്താ പറയുക, ഇത് വിശ്വസിക്കുക, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഓരോ കാര്യം. അദ്ദേഹം 40 സിനിമയിലെ മറ്റേ ഡബിൾ റോളാണ് ഇതിന്റെ കൂട്ടത്തില്. ഇല്ലെങ്കിൽ എത്രയോ സിനിമ. തിരിച്ചടി ആദ്യത്തെ പടം തിരിച്ചടി പടത്തിൽ വന്ന അങ്ങേര് പോലീസാണ് എന്നെ പ്രേമിക്കുന്നത്. പക്ഷെ പോലീസ് അവർ കള്ളനെ പിടിക്കാൻ നടക്കും. ആ കള്ളനും നസീർ സാർ തന്നെ. പക്ഷെ ആ നസീർ സാറും വന്ന് എന്നെ പ്രേമിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും. പക്ഷെ പോലീസുകാരനും ഇങ്ങനെ 2 പേരും തമ്മിലുള്ളൊരു നല്ല പാട്ടുകളുള്ള ഒരു പടമാണ്
രണ്ട് മൂന്ന് പടത്തിൽ ഞാൻ അങ്ങേരെ ഡബിൾ റോളിലായിട്ടൊക്കെ. ഷീലാമ്മയും ഡബിൾ റോൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അച്ചാ രമണി ഓശാരോമന. ഇത് ഡബിൾ റോൾ പരിപാടി അന്ന് എങ്ങനെയാ ഗ്രാഫിക്സ് ഇല്ലാത്ത സമയത്ത്? ഇപ്പോൾ വന്ന് ഗ്രാഫിക് എന്തൊക്കെയോ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. അന്ന് അങ്ങനെ ഒന്നുമില്ല. കൽപ്പന എന്നൊരു പടത്തിൽ ഞാൻ 4 ക്യാരക്ടറാണ്, ഡബിൾ റോളല്ല, 4 റോളാണ്. ഒരു പെണ്ണ് വളരെ ഇങ്ങനെ പാവമായിട്ടിരിക്കുന്ന പെണ്ണ്, ഇനി ഒരാൾ നല്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇനി ഒരു ഗ്രാമത്തിലുള്ളൊരു പെണ്ണ്, ഇനിയൊരു പെണ്ണ്, ഒരു സാധാരണ ഇങ്ങനെയൊരു പെണ്ണ്. 4 ക്യാരക്ടർ, ഒരു ക്യാമറ എന്നൊക്കെ വലിയ ഇങ്ങനത്തെ ഉള്ളല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഇത് ഒട്ടിക്കും, ഒരു ബ്ലാക്ക് ഒരു ഇത് ഒട്ടിച്ചിട്ട് ഒരെണ്ണം 4 പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരെണ്ണം ഒട്ടിച്ച് അത് എടുക്കും. വലിയ പാടാ. ഞങ്ങൾക്കൊന്നുമില്ല, എക്സ്പോസ് ആവുന്ന ആ സ്ഥലങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. വലിയ പാടാണത്. അതിന്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കി വേഷം മാറി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. ഒരു കാര്യം കൂടെ, നമ്മളിപ്പം സിനിമയിൽ സ്ത്രീ ഡയറക്ടേഴ്സ് വരുന്നതിനെ കുറിച്ചും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് സിനിമ എന്ന് പറയുന്നതിന്റെ ടെക്നിക്കാലിറ്റീസ് നമുക്ക് പുറത്ത് കാണാനോ പഠിക്കാനോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഷീലാമ്മ 3 പടം, എത്ര സിനിമ ഡയറക്റ്റ് 3 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് യക്ഷഗാനം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ ശിഖരങ്ങൾ, പിന്നെ നിனைவுകളെ നീങ്ങി വിടുന്ന ഒരു തമിഴ് പടവും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 സിനിമകൾ അന്ന് ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതെല്ലാം അന്നത്തെ അതിന്റെ ഒരു കറേജ് എങ്ങനെയായിരുന്നു അന്ന്? അതെന്താണെന്നറിയോ, ഒരുപാട് തിരക്കായിരുന്നു. അഭിനയിച്ച് എനിക്ക് മടുത്തുപോയി. ഇതെന്താ ഇപ്പോൾ രാവിലെ ആയാൽ പോയി അഭിനയിക്കുക, രാത്രിയായി അഭിനയിക്കുക. പിന്നെ ചില പുതിയ ഡയറക്ടർമാർ വരും. അപ്പോൾ അവർക്ക് ഒരു ഷോട്ട് വയ്ക്കാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു ട്രോളി വെച്ചാൽ എങ്ങനെയാണെന്നറിയാം. കട്ട് പറയാതെ ഞങ്ങൾ അഭിനയിക്കാൻ നോക്കിയോണ്ടിങ്ങനെ നിൽക്കും. സാർ കട്ട് പറയാൻ സാറെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നു. പിന്നെ ഞാൻ ചുമ്മാ അന്നൊന്നും TV ഇല്ലല്ലോ. ഇപ്പോൾ വന്ന് വൈകുന്നേരം ആയാൽ നമുക്ക് ഈ ഫോണിൽ വന്ന് എന്തെങ്കിലും യൂട്യൂബോ അതെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കാം. അന്ന് വൈകുന്നേരം ആയ നൈറ്റ് ഷൂട്ടിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ വൈകുന്നേരം വന്ന് ഞാൻ ഈ യക്ഷഗാനം എന്നുള്ള കഥ എഴുതി, അതിൻ്റെ ഡയലോഗ്സ് എഴുതി, അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തു, എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഒരു പത്രക്കാരന് വേണ്ടിയാണ് ആ പടം എടുത്തത്. ഒരു പത്രക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങേരോട് ഞാൻ പറഞ്ഞു ഈ പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഏർപ്പാട് ചെയ്തത് കൊടുത്തു. എന്ന് അങ്ങേർക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നസീർ സാറുമായിട്ട് ആദ്യം ഒന്നിച്ചഭിനയിച്ച സിനിമ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു നിലമണിഞ്ഞ കാൽപ്പാടുകൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ പടങ്ങൾ ഇങ്ങനെ സത്യൻ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ തന്നെ. പക്ഷേ എൻ്റെ നല്ല പടങ്ങളൊക്കെ, നല്ല കഥ ഉള്ള പടങ്ങളൊക്കെ സത്യൻ സാറിൻ്റെ കൂടെയായിരുന്നു. ഈ പ്രേമാങ്കീമം എന്നൊക്കെ ഉള്ള പടങ്ങളെല്ലാം മിക്കവാറും നസീർ സാറിൻ്റെ കൂടെയായിരുന്നു. എന്നാലും ആ കാലഘട്ടത്തെക്കുറിച്ചും നസീർ സാറിനെ കുറിച്ചും എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ ഞങ്ങൾ മധുസാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ ശരി, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. പ്രേം നസീറിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആക്ടിങ് കോമ്പറ്റീഷൻ എഴുതുന്നു. അത് ടൗൺ ഹാളിലായിരുന്നു നടന്നിരുന്നത്. അന്ന് CI പരമേശ്വരമുള്ള സാറ്, പിന്നെ കൈനിക്കര കുമാരമുള്ള സാറ്, അങ്ങനെ അതിൻ്റെ ഈ ട്രിവാൻഡ്രം ഡ്രാമാറ്റിക് ബ്യൂറോയുടെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഈ ചെറുപ്പക്കാരന് 10-20 വയസ്സ് തികച്ച് വരില്ല. അന്ന് ഷേക്സ്പിയറിൻ്റെ ലോക നാടകത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് കണക്കാക്കപ്പെടുന്ന ശേഷം ദുഷ്ടനായ ഒരു കഥാപാത്രം, ഷൈലോക്കാണ് ക്യാരക്ടറിൻ്റെ പേര്, അത് മലയാളത്തിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുക. അതാണ് ഈ ആക്ടിങ് കോമ്പറ്റീഷന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്. ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും പ്രേം നസീറിനെ ഓർക്കാൻ സാധിക്കില്ല. അങ്ങേറ്റം ഓർക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ ഷൈലോക്ക്. ആ കഥാപാത്രമായിട്ട് അന്ന് പ്രേം നസീർ എന്നല്ല, അന്ന് അബ്ദുൽ ഖാദറാണ്. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് പ്രേം നസീറായതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ആലോചിക്കുക, ഇപ്പോൾ പ്രേം നസീറിന് ഇങ്ങനെ പ്രേമിക്കാൻ മാത്രമേ അറിയാവൂ, മരം ചുറ്റാനേ അറിയാവൂ, പാടാനേ അറിയാവൂ എന്നൊക്കെ ശത്രുക്കൾ പറയാറുണ്ട്. ശ്രദ്ധിക്കാതെ ആ സിനിമയിൽ തന്നെ അദ്ദേഹം നല്ല ഒന്നാന്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നീ ടീനേജിൽ
18-19 വയസ്സുള്ള കാലത്ത് ഈ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച് അതിന് ഫസ്റ്റ് പ്രൈസ് ഇത്രയും വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന് അങ്ങേറ്റം കഴിവുള്ള വാസനയുള്ള എന്താ പറയുക ദൈവാനുഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പ്രേം നസീർ നമ്മൾ കണ്ടതിനേക്കാളുമൊക്കെ വലിയ ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ വളരെ മെച്ചമായി പോയതുകൊണ്ട് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാനേ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അത്ര റെക്കോർഡുകൾ, സിനിമകൾ, കഥാപാത്രങ്ങൾ, 1000 സിനിമകൾ ഒക്കെ ചെയ്ത ഒരാളെ പറ്റി മധുസാറിനെ പോലെ ഒരാൾ പറയുന്നത് അയാൾ അണ്ടർ റേറ്റഡ് ആണ്, അയാളുടെ നടനെ ഇനിയും മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഒരു കാലഘട്ടത്തിൽ അങ്ങേര് പറയും എപ്പോൾ നോക്കിയാലും ഈ പാട്ടും കേട്ടും ആൾക്കാരുടെ പുറകെ നടക്കുക ഇത് തന്നെയാണല്ലോ, ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നൊരു പടം, വേലായുധം. അത് നല്ലൊരു ക്യാരക്ടർ. പിന്നെ അതുപോലെ എൻ്റെ കൂടെ വന്ന് ഭാര്യമാർ സൂക്ഷിക്കുക എന്നൊരു പടം, അതിൽ അങ്ങേര് വില്ലനാണ്, ത്രൂഔട്ട് വില്ലനാണ്. പിന്നെ അങ്ങേര് വില്ലനായിട്ട് അഭിനയിച്ച ഇനിയൊരു പടം വന്ന് നിഴലാട്ടത്തിൽ അങ്ങേര് വില്ലനാണ്. ഭാര്യയെ വന്ന് പണത്തിന് വേണ്ടി എന്തും ചെയ്യിക്കാന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഷീലാമ്മ ടൈറ്റിൽ റോളിൽ വന്നിട്ടുള്ള കള്ളിച്ചെല്ലമ്മേല്, അതെ, കള്ളിച്ചെലമേല് വില്ലൻ. അയ്യോ ഭയങ്കര വില്ലനല്ലേ, വില്ലന്റെ ക്യാരക്ടറാണ്. സത്യത്തിൽ അതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ മധുവാണ് ഹീറോ, മധു സാറാണ്. നസീർ സാറാണ് വില്ലനാണ്. അങ്ങേര് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളപ്പോ വന്ന് ഇവളെ ചതിച്ച് ഇവള് പോയിട്ട് കൊച്ചായി വില്ലനല്ലേ. ഓർക്കുമ്പം വലിയ അനുഭവം തോന്നുന്ന കാര്യമാണ്. നമുക്ക് ഒരാളെ കൂടെ ഇപ്പം ഒരുപാട് കഥകൾ ഞാനീ പറഞ്ഞല്ലോ, എനിക്ക് സംശയങ്ങളും വായിച്ചുള്ള അറിവുകളും മാത്രമേ ഉള്ളൂ. ചിലപ്പം ഒന്ന് പങ്കുവെച്ചെടുത്താൽ ഒരുപാട് ഓർമ്മകൾ ഇനിയും വരാവുന്ന ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി സിനിമകൾ, അതൊരു ഒരു കാലഘട്ടം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം തൊട്ട് ഇന്നിൻ്റെ സിനിമകൾ വരെ സജീവമായി നിൽക്കുന്ന ഒരാൾ. സിനിമയുടെ ഹാസ്യവേഷങ്ങൾ ചെയ്തും ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്തും സിനിമയ്ക്ക് പുറത്ത് ഗായികയായും നർത്തകിയായും എല്ലാം ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരാൾ. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീലത നമ്പൂതിരി. നമസ്കാരം. ഈ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഷീലാമയായിട്ട് സംസാരിക്കായിരുന്നു. ഈ ഷീലാമയും നസീർ സാറും ഒക്കെ ഉള്ള പ്രണയ സിനിമകൾ, അവര് ഹീറോയിനായിട്ടൊക്കെ പോകുന്നു. അതിന്റെ പാരലായിട്ട് ഒരു ചെറിയ കോമഡി പ്രണയം, അങ്ങനെയുള്ള പരിപാടികളിലാണ് ചേച്ചി കൂടുതലും ഉണ്ടാകുന്നത് അല്ലേ? ആദ്യമായിട്ട് ഇവരെ കണ്ട ഒരു ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? എപ്പോഴാണ് ആ ഫസ്റ്റ് കാണല്? തീർച്ചയായിട്ടും ഞാൻ മദ്രാസിൽ വന്ന ദിവസം മുതലേ ഇവരെ രണ്ടുപേരും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരി നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കുമാരിത്തങ്കം. അങ്ങനെയാണ് ഞാൻ മദ്രാസിൽ വരുന്നത് തന്നെ. അപ്പം അങ്ങനെ ഇവരുടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു, ഭാര്യമാർ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ ആ ഷൂട്ടിംഗ് കാണാൻ ആ സെറ്റ് ചെന്നപ്പോൾ സേതുമാധവൻ സാറ് എന്നെ മേക്കപ്പ് ഇടിയിച്ച് ആ ഒരു പാട്ട് സീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അല്ലേ സുലൈമ? അതെ, ഒരു ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അപ്പോൾ അതിൽ എന്നെ ഒരു ഷോട്ടിൽ അഭിനയിപ്പിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഷോട്ട് മറക്കാൻ നോക്കില്ല കേട്ടോ. ഇങ്ങനെ നസീർ സാർ പാടുമ്പോഴേ അങ്ങനെ ഭയങ്കര സിനിമയിൽ പിന്നണി, ഇപ്പോൾ യേശുദാസ് പോലെ ഒരു ഭയങ്കര പാട്ടുകാരനാണ്. അപ്പോൾ പാടുമ്പോൾ ഇവരിങ്ങനെ ആ പാട്ട് കേട്ട് ഇങ്ങനെ എഴുന്നേൽക്കും, അവരുടെ ഭർത്താവ് പിടിച്ച് വലിച്ചിരുത്തും. ആ ഒരു ഷോട്ട് പക്ഷെ ഒരിക്കലും ആരും മറക്കാനോ അതെ. അപ്പം ഇങ്ങനെ ഷൂട്ടിങ് ഞാൻ ഇങ്ങനെ നസീർ സാറിനെ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, ഞാനൊക്കെ ഒരുപാട് സിനിമകൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും ഇവരെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അവരെ അഭിനയിച്ച സിനിമകളിലെ ആ കഥാപാത്രങ്ങളൊക്കെ ഓർക്കുന്നവരെ ഇങ്ങനെ കണ്ട് അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ പക്ഷേ ഇവർ രണ്ടുപേരും ഞങ്ങളുടെയൊക്കെ സ്വപ്ന നായകനും സ്വപ്ന നായികയായിരുന്നു.
അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ ഇപ്പം സുരേഷ് ചേച്ചിക്ക് ഇത് തിയേറ്ററിലാണ് കണ്ടത്. ഞാനൊക്കെ ഈ ദൂരദർശൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് പഴയകാല സിനിമകൾ എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളിലാണ് കണ്ടിട്ടുള്ളതും അറിയുന്നതും എല്ലാം. അപ്പം ഇത് ഈ ഇപ്പം കാണാനൊരു കൊതി അന്നേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതും ഇപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാണാനും ഈ കഥകൾ കേൾക്കാനും ഒക്കെ ഉള്ള വലിയ രസവും കൗതുകമൊക്കെ ഉള്ള. ഇപ്പം ഞാൻ ചെയ്ത മറ്റൊരു പരിപാടിയിൽ ഒരിക്കൽ ഷീലാമ്മ വന്നപ്പം ഷീലാമ്മ ഒരു തമാശ കഥ പറഞ്ഞു. ആ തമാശ കഥ ഇങ്ങനെയായിരുന്നു. ഒരാൾ ഷീലാമ്മയെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമായിട്ട് വന്നു. അവർ വന്ന ശേഷം ഞാൻ പറയാം. എൻ്റെ ഒരാൾ വന്ന് ഇങ്ങനെ വന്നു സിനിമ അവർക്ക് എന്നോട് ഭയങ്കര ഒരു ഇഷ്ടം, എന്തോ ഒരു പ്രേമോ ഇഷ്ടമാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങേര് വന്ന് അമേരിക്കയിലുള്ള ഒരാളാണ്. അങ്ങേര് അവിടെ നിന്ന് വന്നിട്ട് എന്നെ വന്ന് വീട്ടിലോട്ട് വന്നിട്ട് ഒരു പടത്തിൻ്റെ അത് മറ്റന്നാളാണ് ഷൂട്ടിങ്. അവർ പറഞ്ഞു 10 ദിവസം കൊണ്ട് ഞാൻ ഇപ്പോൾ തീർത്തിട്ട് പിന്നെയും വരത്തുള്ളൂ, മറ്റന്നാൾ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെങ്കിൽ ആദ്യം പാട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ വേറെ ആരോ പാട്ട് എടുത്ത് വെച്ചിരുന്ന ആ പാട്ട് മേടിച്ചങ്ങേര്. അപ്പോൾ ഒരു പടത്തിൻ്റെ പകുതിയും തുക എൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ സെറ്റിൽ മേക്കപ്പ് എല്ലാം സെറ്റ് പോകണം. ഫസ്റ്റ് നൈറ്റ് ഒരു കട്ടിലാണ് ഇട്ടിരിക്കുന്നത്, ഫസ്റ്റ് നൈറ്റ് കട്ടിൽ. അയാളാണ് ഡയറക്ടറും. അപ്പോൾ വന്ന് ഫസ്റ്റ് നൈറ്റ് വന്ന് എന്നെ വലിച്ചിടുക, കട്ടിൽ ഞാൻ വീഴുന്നു, അങ്ങേര് മുകളിൽ എന്നെ വീഴുന്നു. ഇങ്ങനെ അങ്ങേര് മുഴുവനും എൻ്റെ ഇവിടെ നിന്ന് ഞാൻ തന്നെ ഒരു റേപ്പിംഗ് സീനിൽ തള്ളുന്ന പോലെ തള്ളേണ്ടി വന്നു, അത്രത്തോളം ക്ലോസ് ആയിട്ട്. പിന്നെ അടുത്ത ഷോട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പതുക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ കട്ടലിൻ്റെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും, അങ്ങനെ അടുത്ത ഷോട്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെന്നെ വലിക്കണം, അങ്ങനെ ഒരു ഷോട്ട്. ഇങ്ങനെ ഓരോ ഷോട്ട് പറയാനും പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആ പരിപാടി വേണ്ട, ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾ കൂടെ എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ഷോട്ട് പറയുന്നത്, ഇവിടെ വെച്ച് തന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരയ്ക്കും എന്നെ കെട്ടിപ്പിടിക്കുക, കട്ടിൽ തള്ളുക, അങ്ങേരം ഓടി വരാ, ഇങ്ങനെ ഷോട്ട് എടുത്ത് 4-5 ദിവസത്തിന് എന്തോ ഷൂട്ടിങ് കോൾ ഷീറ്റ് മേടിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ മേക്കെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നു. മണി 9 10 11 ഒന്നും ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജറിനെ വിളിച്ചു, എന്താ കാര്യമെന്ന്. അമ്മ ഞാൻ വരാൻ വീട്ടിലേക്കെന്ന് പറഞ്ഞ് അങ്ങേര് വീട്ടിലേക്ക് വന്ന് പറഞ്ഞു, അമ്മ അങ്ങേര് പടം എടുക്കാനൊന്നും വന്നിട്ടില്ല, നിങ്ങളെ ഒന്ന് തൊടണം, നിങ്ങളുടെ ഒന്ന് കെട്ടിപ്പിടിക്കണം, നിങ്ങൾ സാധാരണയായിട്ട് തൊടാൻ സമ്മതിക്കോ? അതുകൊണ്ട് സിനിമ എടുക്കാന്ന് പറഞ്ഞിട്ട് വന്ന് 6 മണിയും ചെയ്യാലോ. 80% പൈസ അഡ്വാൻസും തന്നു. 50% അഡ്വാൻസും കൊടുത്തിട്ട് കുറെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പോവുകയും ചെയ്തു. ഇതിലെ വേറൊരു കൗതുകമുള്ള കാര്യം എന്താ പറയാ, ഈ ഷീലാമ്മ ഇത് പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ ഒരു പരിപാടി പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷീലാമ്മ അമേരിക്കയിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഈ കഥ അത്യാവശ്യം ഇങ്ങനെ കേട്ട ആൾക്കാർ ചോദിച്ചു, ഷീലാമ്മനെ കെട്ടിപ്പിടിച്ച ഒരുത്തൻ അന്ന് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ആ കഥ അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓഡിറ്റോറിയത്തിൽ തമാശക്ക് ചോദിച്ചപ്പോഴേ ഒരു 10-30 പേര് എണീറ്റ് ഞാനാണാ ചെയ്തതെന്നും പറഞ്ഞ്, അല്ലേ? അതൊരു അവാർഡാണ് ഇപ്പോഴും. ഞാനാണെന്ന് ശ്രീരാമൻ എന്നെ ഞെട്ടിപ്പോയി, ഇത്രയും പേരോ ഒരാളെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഒരു ആഗ്രഹവും സിനിമ സെറ്റ് വരിക എന്നൊക്കെ പറയുന്നത്, അല്ലേ? നിങ്ങളുടെ സ്റ്റുഡിയോകളുടെ വാതിക്കൽ എപ്പോഴും കുറെ ആളുകള് പോകുമ്പോഴും അങ്ങനല്ല, ഷീലാമ്മ സ്ത്രീകൾ തന്നെ സ്നേഹിച്ചില്ല, ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ഈ ചെമ്മീനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്ന അറിയോ? അയ്യോ, ഒരുപാട് പ്രാവശ്യം. പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു. പിന്നെ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ എന്തോ ഒരു കരച്ചിലായിരുന്നു. ഒരിക്കൽ സീത ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഷീലാമ്മയോട് ആരാധനയാണോ പ്രണയമാണോ എന്നറിയില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരുമാണ് സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. എപ്പോഴും ഞങ്ങൾ ഫോണിൽ സംസാരിക്കും. പഴയ ആൾക്കാരിൽ ഞങ്ങൾ തമ്മിലുള്ള കൂട്ടാണ് തമ്മിലാണ്. അതെ, ഷീലാമ്മ എവിടുത്തെ കാര്യമൊക്കെ ചോദിക്കും, ഞാൻ അവിടുത്തെ കാര്യമൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഇത്രയും വർക്കിനിടയിൽ നിങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഷീലാമ്മ കുറച്ച് കഴിയുമ്പം ഇത് ചെയ്ത് നമുക്ക് തന്നെ ഒരു മൊണോട്ടോണി ഫീൽ ചെയ്യുമല്ലോ. എന്താണ് അല്ലാത്തൊരു രസം നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ? നിങ്ങളിപ്പോ കാരാവാനൊന്നും ഒന്നും ഇല്ലല്ലോ, എല്ലാവരും ഒന്നിച്ച് വട്ടം കൂടിയിരുന്ന്, അല്ലേ? അവിടുന്ന് ഇവിടെ ഓരോ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ, നസീർ സാറിന്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം കഴിക്കാനൊക്കെ കുഴക്കിട്ടൊക്കെ കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ അദ്ദേഹം കഴിക്കാറില്ല, ഞങ്ങൾ തന്നെ കഴിച്ചു തീർക്കുക. ഇത്രയും ഈ പ്രണയ നായിക ഇപ്പൊ അമ്മയും മകനായിട്ടും ചേട്ടിയും അനിയനുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രണയ ചിത്രങ്ങൾ അഭിനയിച്ചു തോന്നിയിട്ടുണ്ട്. ഷീലാമ്മയ്ക്ക് പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രണയത്തിനെ കുറിച്ച് പറയണമെങ്കിലേ, പ്രണയം എപ്പോഴും ജയിക്കാൻ പാടില്ല, തോൽക്കണം.
ജയിച്ചാൽ കല്യാണത്തിൽ തീരും. ആ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടിയായി, വഴക്കായി, പിള്ളേരായി, എന്തെങ്കിലും ഒരു കൊച്ചു കൊച്ചു വഴക്കെങ്കിലും ആയല്ലോ. ഇപ്പോഴാണെങ്കിൽ മിക്കവാറും ഡൈവോഴ്സും ആവും. ഉം. മിക്കവാറും പേർക്ക് അങ്ങനെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു കാലമല്ലേ. എന്നെ സംബന്ധിച്ചോളം പ്രണയം തോൽക്കണം. തോൽറ്റാലേ ലൈല മജ്നു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അവരെ പറ്റി പറയണമെങ്കിൽ തോൽക്കണം. തോറ്റാലേ എന്നും മധുര സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിൽ അങ്ങനെ കുറിച്ചൊരു പ്രണയം ഉണ്ടാവും, ആ പെണ്ണിനെ പറ്റിയ പ്രണയം ഉണ്ടാവും. തോൽക്കണമെന്ന് എൻ്റെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ വയസ്സിനിടെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ചിന്തിച്ചാൽ അതിൽ വലിയ ഒരർത്ഥമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എന്ന് പറയും, നമ്മൾ അതിൻ്റെ ഒരു തീവ്രതയും കാലവും നിലനിൽക്കുന്നതിനകത്തിൽ വലിയ പങ്കുണ്ട്. എനിക്ക് ഷീലാമ്മയെ എപ്പോഴും ഫോൺ വിളിക്കാൻ പറ്റുന്ന, സംസാരിക്കുന്ന ഒരാളല്ല. ശ്രീല ചേച്ചീനെ അങ്ങനെ ഇരിക്കുമ്പം നാട്ടിലുള്ള ഇടയ്ക്ക് കാണും, വർത്താനം പറയും, തമാശയൊക്കെ പറയും. പക്ഷേ ആ കാലഘട്ടത്തെക്കുറിച്ച് എനിക്കിങ്ങനെ കഥകൾ കേൾക്കുന്നതിൽ ഞാൻ എപ്പോഴും വിളിക്കുന്ന ഒരാൾ. നമ്മുടെ മലയാള സിനിമയ്ക്കൊരു 95 വർഷത്തെ പഴക്കമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം നിങ്ങളുടെയൊക്കെ ഒപ്പം തന്നെ സമകാലീനായി പയ്യനായി വന്ന് അപ്പം എപ്പോഴും കഥകൾ പറയും. അന്ന് ഈ പ്രോട്ടോക്കോൾ ഉണ്ട്, വലിയ നായകൻ നായികയ്ക്ക് വേറെ സ്ഥലത്ത് വേറെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയും മാറിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹവും ഇപ്പോഴും സിനിമയിൽ വളരെ സജീവമാണ്. വ്യക്തിപരമായ ആത്മബന്ധമുള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്നുള്ള ആളാണെന്ന് തോന്നില്ല. സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കുഞ്ചൻ ചേട്ടൻ. താങ്ക് യു വെരി മച്ച് വന്നതിൽ. അയ്യോ നമസ്കാരം. ആദ്യമായിട്ട് കണ്ട ഒരു നടിയാണ് എൻ്റെ ജീവിതത്തില്. വരൂ, ഇരിക്കൂ. എന്നാൽ ആ നടിയോടൊപ്പം ഒരു കസേരയിൽ ഇരിക്കാനുള്ള സുവർണ അവസരം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് കണ്ട നടിയുമാണ്. ആദ്യമായിട്ട് കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേം നസീർ സാർ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എൻ്റെ ആദ്യത്തെ പടവും. കുഞ്ചേട്ടൻ്റെ ആദ്യത്തെ പടം നസീർ സാറിന്റെ കൂടെയാണ്. എനിക്കൊന്ന് നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്നത്. ഏതാ വിദ്യാർത്ഥികൾ? ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് അല്ലേ? അതെ, ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിരുന്നു. സിനിമയുടെ പേര് റെസ്റ്റ് ഹൗസ്. അത് വലിയ ഹിറ്റ് ആവുകയും അതിലെ കുഞ്ചൻചേട്ടന്റെ വേഷം ഇത്തിരി പോപ്പുലർ ആവുകയും ചെയ്യുന്നു അല്ലെ? ആദ്യ സിനിമ തന്നെ കൃഷ്ണനായിട്ട് വേഷം ഇട്ടു. കുചേലകൃഷ്ണൻ. ഇങ്ങനെ ഇരിക്കുകയാണ്. 2 മുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് നല്ല സുന്ദരിയായ ഒരു സ്ത്രീ. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത്രയും ഭംഗിയുള്ള നടിയെ ആദ്യമായിട്ട് കാണുക. നസീർ സാർ അതുപോലെ തന്നെ സുന്ദര കുട്ടപ്പൻ. അങ്ങനെ സന്തോഷമായിരിക്കുന്നു. കുഞ്ചേട്ടാ, ഇപ്പൊ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ട് അന്നൊക്കെ ഇങ്ങനെ ഈ സിനിമയിൽ ഇങ്ങനെ പല പ്രോട്ടോകോൾ ആളുകൾ നിൽക്കുമ്പോൾ കുഞ്ചേട്ടനെ പോലെ ഒരാൾ ആഗ്രഹിച്ച് ചെന്ന ഒരാൾക്ക് അന്ന് ഈ പറഞ്ഞ പോലെ നസീർ സാറിൻ്റെ ഒപ്പം ഒരു വലിയ വേഷം കിട്ടുക, ആ സിനിമ ഹിറ്റാവുക. ഇപ്പം കുഞ്ചൻചേട്ടൻ്റെ മുഖത്ത് ഞാൻ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പൊ കാണുമ്പോൾ അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. കാരണം അതിനകത്തൊരു ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്നതില്ല. ഞാൻ തുറന്നു പറയാമല്ലോ, അന്ന് സുഹൃത്ത് ബന്ധമായാലും എന്ത് ബന്ധമായാലും ഒരടുപ്പം, ഒരു കൂട്ടായ്മ. ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ എല്ലാവരും അല്ലേ ശ്രീരാമനെ ചോദിച്ചാൽ എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രസകരമായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ഇത് ശരിക്കും പൊതുവെ സ്ത്രീകളോട് പ്രായമോ ആണുങ്ങളോട് ശമ്പളം ചോദിക്കുന്നതൊക്കെ പറയാമെങ്കിൽ എൻ്റെ ഒരു ഇനിയിപ്പോ ഒരു ഇൻകം ടാക്സ് ഒന്നും പേടിക്കണ്ടല്ലോ കുഞ്ചേട്ടൻ. എനിക്ക് വെറുതെ അറിയാനായിരിക്കും റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന പടത്തിനൊക്കെ കുഞ്ചേട്ടനൊക്കെ എന്തായിരിക്കും പ്രതിഫലം വാങ്ങിച്ചത്? 250 രൂപ. ആദ്യം പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ചെരുപ്പോ? കാരണം 10 പ്രാവശ്യം നടന്നല്ലേ കാശ്, ബാക്കിയുള്ള കാശ് കിട്ടുള്ളൂ. എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ കാശ് കിട്ടി. ഏത് ബാക്കി ജാതകത്തില്. അപ്പോൾ അതിൽ വന്ന് ഞാൻ അമ്മയാണ് മേടിക്കുന്നത്. അപ്പം അമ്മ അതിൽ വന്ന് ഒരു 50 രൂപ എൻ്റെ കയ്യിൽ തന്നു. 50 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു തുകയാണ്. അത് മേടിച്ചുകൊണ്ട് ഞാൻ നേരെ പോയത് എവിടെയാണെന്നറിയോ? പോയി ഒരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ മേടിച്ചു. ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ പിള്ളേർക്കെല്ലാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ അവർക്ക് വയറ്റ് വേദന അമ്മ ഒരു ടീസ്പൂൺ എടുത്ത് ഇങ്ങനെ കൊടുക്കും. പിന്നെ ഞങ്ങൾ ആ ടീസ്പൂൺ എടുത്ത് നക്കി നോക്കും. അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര ഇതാണ്. അപ്പൊ അന്ന് മുതൽ ഞാൻ എങ്ങനെയെങ്കിലും ഗ്രേപ്പ് വാട്ടർ മേടിക്കണം, ഗ്രേപ്പ് വാട്ടർ മേടിക്കാൻ സ്വപ്നമായിരുന്നു.
ആദ്യത്തെ പണത്തിന് ഞാൻ മേടിച്ചത് ഗ്രേപ്പ് വാട്ടറാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ മേടിച്ച് മറ്റേ അനിയത്തിമാരൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരു വാതിലിൻ്റെ പുറകെ പോയി നിന്ന് ഇങ്ങനെ കുടിച്ചു. പകുതി കുടിക്കാൻ ഒത്തില്ല, കാരണം അതൊരു തലയ്ക്ക് പിടിക്കുന്ന ഒരു മത്ത് പിടിച്ചൊരു സാധനമാണ്. ആ മധുരം പകുതി കഴിച്ചപ്പോൾ എനിക്ക് മതിയായി. ഉടനെ വിളിച്ച് എല്ലാവർക്കും കൊടുത്തു ഞാൻ. അങ്ങനെയാണ് ആദ്യത്തെ. ഈ ചെരുപ്പ് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് 10 പ്രാവശ്യം നടന്നാലേ നമുക്ക് ബാക്കിയുള്ള കാശ് കിട്ടുള്ളൂ. അപ്പം അപ്പോഴത്തേക്കും ചെരുപ്പ് ചെയ്യും. പിന്നെ ചെക്ക് തരും. എൻ്റെ കയ്യിൽ തന്നെ ഒരു 2-3 കിലോ കാണണം. അയ്യോ, എൻ്റെ അടുത്ത് ഒരുപാട് ചെക്കുണ്ട്. ഞാൻ കേട്ടൊരു പക്ഷേ വാസ്തവത്തിൽ അവർക്ക് വയ്യാത്ത കാരനാണ് കേട്ടോ. ഞാൻ കേട്ടൊരു കാര്യം, നസീർ സാറേ, സിനിമ ഇപ്പൊ പൈസ കിട്ടിയില്ല എന്ന് വെച്ചോ, ആ പ്രൊഡ്യൂസർക്ക് വീണ്ടും വില കുറച്ചൊരു പടം ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? ഉണ്ടായിരുന്നു. ആരും വെറുപ്പിക്കില്ല പുള്ളി. ഏത് സമയത്തും എന്നൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്നാരും ചെയ്യുമെന്ന് തോന്നില്ല. ഒന്നിനും കുറ്റം പറയില്ല. അതെ, ഒരു ഷർട്ട് കൊണ്ട് കൊടുത്തു, നമ്മൾ തന്നെ പറയും സാറ് കുറച്ചുകൂടെ ഒരു നല്ല ഷർട്ട്. അത് കുഴപ്പമില്ല. ചിലപ്പോ ഒരു വിക്ക് പടത്തിലെ ഒരു വിക്ക് പലരും ഉപയോഗിച്ച് ഇങ്ങനെ വിക്കായിരിക്കും കൊണ്ട് ചിലപ്പോ തലയിൽ വെക്കും. അത് പേനും തലയൊക്കെ ഉള്ള ഞാൻ പറയും, യോ ഇതെന്താ ഈ വിഗ് വെച്ചോണ്ടിരിക്കുന്നത്? ആ പോട്ടെ കൊച്ച, അതൊക്കെ സാരമില്ല. അത്ര ഉള്ളല്ലേ നിറച്ച് തലയിൽ നിറച്ച് മുടിയുള്ളൊരു നടന, എല്ലാം മുടിയുള്ള ഒരാള്, അറിയില്ല, നിറച്ചു മുടിയ തലയില്. കുഞ്ചേട്ടൻ പറയാൻ തിരുവാഭരണം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ് ശശികുമാർ താങ്കളുടെ സംവിധാനം. നസീർ സാറിന് എറ്റ് ടൈം 4 പടം 5 പടം ഷൂട്ട് ചെയ്യുന്ന സമയം. ഇപ്പം ഞാനും സാധന എന്ന് പറഞ്ഞൊരു നടി, എന്നിട്ട് ഞങ്ങൾ ഒരു അരുവിക്കകത്തുനിന്ന് ഒരു തോർത്തുകൊണ്ട് ഇങ്ങനെ മീൻ പിടിക്കുന്ന സീനാണ്. അപ്പം അതിനകത്തൊരു പാമ്പുണ്ട്. ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കും, പിന്നെ അതിൽ പാമ്പ് വരും. ഇതാണ് സീൻ. പാമ്പിനെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് 5 രൂപയ്ക്ക് നിന്ന് വാടകയ്ക്ക് കിട്ടും. അതിനെ കൊണ്ടുവന്ന് കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ റിഹേഴ്സലിന് ഞങ്ങൾ 2 കൂടി പിടിച്ചു. ഈ പാമ്പ് എൻ്റെ കൈയുടെ നേരം ഞാൻ ഇത് വിട്ടുകളഞ്ഞു, തോർത്ത് വിട്ടുകളഞ്ഞു. ശശികുമാർ സാറിൻ്റെ ചീത്ത പറഞ്ഞ എൻ്റെ കാര്യം, പാമ്പിൻ്റെ കാര്യമല്ല, നസീർ സാറിൻ്റെ ഷൂട്ടിങ് കോൾ ഷീറ്റ് ഞാൻ എവിടെ പോകും കുഞ്ഞ് എന്നൊക്കെ പറയാം. എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ചീത്ത പറയാണ്. അപ്പോൾ നസീർ അവിടെ നിങ്ങൾ നോക്കിയിരിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ നോക്കി ഒരു പാമ്പിന് സാധനം ഞാൻ ഇങ്ങനെ പിടിച്ചാൽ സാർ ഞാൻ പോയതാണോന്നും അറിയത്തില്ല. ഞാൻ പാമ്പിനെ കിട്ടിയ സാറിനൊക്കെ ഞാൻ കരയുന്നുണ്ട്. പാമ്പപ്പോഴത്തേക്കും ചത്ത്. കുറച്ച് നസീർ സാർ എഴുന്നേറ്റ് വന്ന്, ശശി ഇന്ന് ആ കുട്ടി ഒന്നും പറയണ്ട, നാളെ രാവിലെ ഞാൻ 7 മണിക്ക് വരും, അപ്പോൾ ഈ ഷോട്ട് എടുക്കാം. ആര് പറയും? ഈ കാലഘട്ടത്തിൽ ആര് പറയും? ഇത്രയും തുറന്നൊരു മനസ്സുള്ളൊരു മനുഷ്യൻ ഡമ്മേ. ഇപ്പം റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആ ഒരു ഓർമ്മകളിൽ പോകുമ്പം ശ്രീലയ ചേച്ചി റെസ്റ്റ് ഹൗസിൽ ഒരു 4 വരി പാടിയാൽ ബാക്കി മുന്നോട്ട് പോകാൻ തോന്നുന്നു. നല്ല പാട്ടുകാരി. പാട്ട് മാത്രമല്ല, റെസ്റ്റോറൻറ്റിലെ ഏറ്റവും എല്ലാം നല്ല നല്ല പാട്ടുകളാണ്. അതന്നെ, അന്നുള്ള പടങ്ങളിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാല് അതില് പൗർണമി ചന്ദ്രിക, പാടാത്ത വീണയും പാടുമുണ്ട്, യദുകുല രതിദേവൻ എവിടെയുണ്ട്, പിന്നെ ഒരു കോമഡി പാട്ടുണ്ട് എല്ലാരും കൂടെ ഉള്ളത്. നാണക്കേടായല്ലോ എല്ലാ പാട്ടും ഹിറ്റ്, സൂപ്പർ ഹിറ്റാണല്ലോ. ഏതാ ശ്രീലയ ചേച്ചി പാടുന്നത്? എനിക്കിഷ്ടമുള്ള അതിലൊരു പാട്ട് ഏതാണ്? പാടാത്ത വീണയും. ആയിക്കോട്ടെ. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. എനിക്ക് ഈ പാട്ടുകളൊക്കെ സാറിന് ഓർമ്മ, നമ്മൾ അറിയാതെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ആ സീൻ നമ്മുടെ മനസ്സിലിങ്ങനെ. അതെ, കുറെ പിള്ളേര്, കോളേജ് പിള്ളേരെല്ലാം കൂടെ ഒരു പിക്നിക് പോകുന്നതാണ് കഥ. അതിൽ ഇവർക്കൊരു പേര്, നിങ്ങളുടെ പേര് ആരെയാ? ഒരു പുതിയ കുട്ടി. പിന്നെ ഓരോരോ അവരിങ്ങനെ ഞങ്ങൾ ഒരു 10-15 ദിവസം അവിടെ തന്നെ ചുറ്റി ഷൂട്ട്. അപ്പൊ ഇവർ തമ്മിൽ തന്നെ കുറച്ച് പ്രേമങ്ങൾ തുടങ്ങി. ഒറിജിനലായിട്ട് ഒരു മാസത്തോളം അപ്പോഴേക്കും പ്രേമായി. സേലം
സേലം ഏർക്കാട്ടിൽ. അതെ അതെ അതെ. എല്ലാവർക്കും ഒരു കൊച്ചു കൊച്ചു തെറ്റുകൾ. അവര് നോക്കാം അവിടെ അതില് ശിലാമ കുറവുണ്ട്. രാഘവേട്ടൻ മാത്രം അതെ. വളരെ സൈലന്റ് ആയിട്ടിരിക്കും. ആ പടത്തിലുണ്ടോ? ഉണ്ട് ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അതിലുണ്ട്. ആണോ? ഏത് റോളാ? ഇതിപ്പോ ഈ നമ്മുടെ സ്റ്റുഡൻസ് ഞങ്ങളെ- സ്റ്റുഡൻസിലാണ്. ആ, അതില് വിൻസെന്റ് ഉണ്ട്. അപ്പൊ വിൻസെന്റ്, രാഘവേട്ടനെ ഈ എൻ്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ പറയും ഈ രാഘവേട്ടനെ എങ്ങനെയൊന്നൊന്ന് നമ്മളൊരു വശത്തോട്ട് കൊണ്ടുവരണമെന്ന്. അപ്പൊ ഞാൻ പറിച്ച് രാഘവേട്ടനൊക്കെ പോയി എന്തൊക്കെയുണ്ട് രാഘവേട്ടൻ, പുള്ളി എന്ത് ചെയ്താലും അടുക്കത്തില്ല. പുള്ളി സാത്വികനാണ്. അന്നും ഗാന്ധിയനാണ്, അന്നും ഗാന്ധിയനാണ്, ഇന്നും ഗാന്ധിയനാണ്. അന്നും ഗാന്ധിയനാണ്, ഇന്നും ഗാന്ധിയനാണ്. ഉറപ്പാണ്, സംശയമൊന്നും ഇല്ല ഇല്ലല്ലോ. ഇല്ല ഇല്ല. എന്നാ അതാ നോക്കിക്കോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഓർമ്മ, ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ പോയ കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച കായൽക്കരയിൽ എന്ന ചിത്രം, അതിൽ അദ്ദേഹമാണ് നായകൻ. നായകൻ വരുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ് ആ പടത്തിൽ. അതിൽ ഒരു മുഖ്യ കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ തുടക്കത്തിൽ ഉള്ള പടത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അതിനുശേഷം CID നസീർ എന്നുള്ള ചിത്രത്തിൽ ആദ്യത്തെ CID ആയിട്ട് വരുന്നത് ഞാനാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. അതിൽ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. മദ്രാശിയിൽ എല്ലാവരും ഒരുമിച്ച് മദ്രാശിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഏതായാലും നസീർ സാറിൻ്റെ ഓർമ്മകളിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവും. മരിച്ചു പോയാലും ആത്മാവുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവും. എൻ്റെ ഓർമ്മകളിൽ അദ്ദേഹവും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ വിചാരിക്കേ മരിച്ചു പോയതിനിപ്പോൾ പറഞ്ഞില്ലേ ഒരു വാക്ക്, അങ്ങനെ ആത്മാവ് അവിടെ ഉണ്ട്. മരിച്ചു പോയതിന് ശേഷം ഈ സത്യ സാറുണ്ട്, എത്രയോ ഡയറക്ടർമാരുണ്ട്. അവിടെ നിന്ന് ഒരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും അവര്. ഞാൻ പോയ പിന്നെ എന്നെ അമ്മയുടെ റോളിൽ എടുക്കോ ഹീറോയിനായിട്ട് എടുക്കോ എന്നുള്ള സംശയമാണ്. അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. അത് ചെല്ലുമ്പോഴേ അറിയാവുള്ളൂ. അതൊരു അറിയാൻ പറ്റും. ഇതൊരു സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ചരിത്രത്തിലെ ഒരു ഇത്രയും കാൽപ്പനികവും മനോഹരവുമായ ഒരു സംശയം വേറെ ഏതെങ്കിലും പരിപാടിയിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പൊ ഷീലാമ്മ പറഞ്ഞത് അല്ലേ? കാരണം അതിനൊരു വലിയ കാൽപ്പനികതയും സൗന്ദര്യം അവിടെ ചെല്ലുമ്പോ ഡയറക്ടർമാരുണ്ട്, പ്രൊഡ്യൂസർമാരുണ്ട്, എല്ലാവരും ഉണ്ട്, ഫൈനാൻഷ്യറുണ്ട്. എല്ലാം ദൈവത്തിനോട് ചോദിച്ചു കാശ് ഞാൻ മേടിക്കുകയാണ്. അത് ഇഷ്ടം പോലെ എന്തായിട്ടായിരിക്കും വെക്കുന്നത് എന്നുള്ള ഒരു വലിയ സംശയം. ചില ആളുകൾക്ക് ചില റെക്കോർഡുകൾ കിട്ടുമ്പോൾ നമ്മൾ ആ റെക്കോർഡുകളെ കുറിച്ച് അന്വേഷിക്കും. കാരണം അത് വലിയ കാര്യങ്ങളായത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ചിലത് അതേ റെക്കോർഡിന്റെ ചെറിയ പീസുകൾ കാണും. ചില വലിയ കാര്യങ്ങളുടെ ഒരു മിനിയേച്ചർ എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരു ഊഹത്തിന് നസീർ സാർ ഓഫ് കോഴ്സ് ഉണ്ട്, സുകുമാരി അമ്മ, തമിഴിലെ മനോരമ, അല്ലെങ്കിൽ മലയാളത്തിലെ ജഗതി ചേട്ടൻ, നാഗേഷ് എന്ന് പറയുന്ന തമിഴ് നടൻ, ഇങ്ങനെ കുറച്ച് പേർ മാത്രമാണ് പ്രധാനികളിൽ 1000 സിനിമ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഇപ്പൊ സിനിമയിൽ വരുന്ന ഒരാൾക്കോ സിനിമകളിലുള്ള ആളുകൾക്കോ ഒക്കെ 1000 സിനിമ എന്ന് പറയുന്നത് ഇനി എത്തിപ്പിടിക്കാൻ പറ്റാത്ത, കാരണം അന്ന് 25 ദിവസത്തിലൊരു പടം തീരുമെങ്കിൽ ഇന്ന് ഒരു സിനിമ 125 ദിവസത്തിൽ എത്തിയിരുന്നത്. ഇനി അത് എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് പാട്ടെടുക്കാൻ തന്നെ വരും സാധ്യമല്ല. അങ്ങനെ 1000 സിനിമകളിൽ അഭിനയിച്ച ഒരാൾ, അതിൽ ബഹുഭൂരിപക്ഷവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നസീർ സാറിനോടൊപ്പമുള്ള സിനിമകളാണ്. പടയാളിയായും ഭടനായും പോസ്റ്റ്മാനായും സഹായിയായും വില്ലന്റെ സംഘത്തിലും കൂട്ടുകാരന്റെ സംഘത്തിലും ഒക്കെ ആയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാൾ, അദ്ദേഹത്തെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. 1000 സിനിമകളിൽ അഭിനയിച്ച ഒരാൾ, 1000-ൽ ഒരുവൻ വരികയാണ് പ്രിയപ്പെട്ട പുന്നപ്ര അപ്പച്ചൻ. ആദ്യത്തെ പടം തന്നെ ഷിയാമി നസീർ സാറുടെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചത്. ഉദയനന്റെ മകൻ. ഉദയനന്റെ മകൻ. ഓ, അതിലെന്തായിരുന്നു? ഞാൻ ഒരു ഭടനായിരുന്നു. ഭടൻ. ഓ, അത് ശരി. ശ്രീരാമ അന്ന് എന്തോരം പടം നിൽക്കുന്നല്ലേ, അങ്ങനെ നോക്കാന്. അന്ന് വിജയശ്രീ ഡാൻസ് ചെയ്യുകയാണ്. ആ സമയത്ത് സത്യൻ സാറ് ചോദിക്കുകയാണ് ഏതാണ് ഈ തരുണിമണി എന്ന്. അപ്പൊ മണവാളൻ ജോസഫിന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നു
അറിഞ്ഞുകൂടെ ഇതാണ് കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മ. ഓ അതാണ് ഫസ്റ്റ് ഡയലോഗ്. Dialogue. ഫസ്റ്റ് ടൈറ്റിൽ ശരി, okay. ഓക്കെ ആയി. അത് കാരണം ആ സമയത്ത് ശാരംഗവാണി സാർ എന്ന് പറഞ്ഞു, ഡയലോഗ് ഒന്നും ഇല്ലാത്ത വേഷമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, ആർക്ക് വേണം ഡയലോഗ്? സത്യൻ സാറിന്റെ നസീർ സാറിന്റെ ഇവിടെ നിൽക്കാൻ വരുന്നത് എനിക്കെന്തിനാ ഡയലോഗ്? അപ്പച്ചൻ ചേട്ടനിലേക്ക് ഇത്രയും നമ്മൾ 1000 പടം എന്നൊക്കെ പറഞ്ഞ് ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് മലയാളികൾ മുഴുവൻ നോക്കണത് ഇത് ആരുടെ 1000 പടം കഴിഞ്ഞാൽ നസീർ സാറിന്റെ നാട്ടിൽ ഒരു സ്വീകരണം കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ വകുപ്പ്? അതിന്റെ വകുപ്പ് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് പുന്നപ്പുറ സെയിൻറ്റ് ജോസഫ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ പറയും, സാർ പുന്നപ്പുറ ഒന്ന് വന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങണം. ഭയങ്കര തിരക്കും അഭിനയിച്ച് നടക്കുന്ന സാറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു. എനിക്കൊരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു. മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ സംഘാടകനായിട്ട് നിന്നത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഘടിപ്പിച്ച് വന്നപ്പോഴാണ് ബുദ്ധിമുട്ടായിരുന്നത്. കാരണം എന്തെല്ലാം പ്രയാസം നടത്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ നടത്തി. അവസാനം ചെറുതായിട്ടൊക്കെ സംഭാവനയൊക്കെ സ്വീകരിച്ചെങ്കിൽ ആരും ഒന്നും കാര്യമായിട്ടൊന്നും തന്നില്ല. അതൊരു റേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ 3000 രൂപ കൂടെ തികച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. പക്ഷെ അത് ആ 3000 കയ്യിൽ നിന്ന് പോയി. പക്ഷെ പോകട്ടെ, പക്ഷെ ഒരു കാര്യം അത്രയും വലിയ ഒരാളിനെ കൊണ്ടുവരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഷാ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് നടക്കുകയാണ് കൊല്ലത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച പറ്റുകയാണെങ്കിൽ നാളെ എനിക്ക് വരാൻ സൗകര്യപ്പെടുമെന്നൊരു ഡേറ്റ് നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുമ്പേ ചെന്ന് അവിടെ താമസിച്ചൊരു ബെൻസ് കാറൊക്കെ അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ല വണ്ടിയെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത്, ഈ സ്വീകരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ പോകുന്ന ഒരു സംവിധാനം പറഞ്ഞിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എതിരായി. പുന്നപ്പുറയാണെങ്കിൽ വിപ്ലവത്തിൻ്റെ നാള്. അപ്പോൾ അങ്ങനെ എതിരായപ്പോഴത്തേക്ക് അവരെന്ത് തീരുമാനിച്ചു, കരിങ്കൂടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഗൗരവം മുഴുവൻ പോയി. എനിക്കാണെങ്കിൽ പ്രയാസം കൊണ്ട് കൂടി, കാരണം ഞാൻ കൊണ്ടുവരുന്ന സമയം ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും കരിങ്കൂടി കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായാലും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്ക് ചെറുതായിട്ടൊക്കെ ഒരാൾ താമസം തളിക്കാത്തുള്ളതുകൊണ്ട് വേണമെങ്കിൽ സ്വീകരണം കോർഡിനേറ്റ് ചെയ്ത ആദ്യത്തെ രക്തസാക്ഷി ഞാനായി തീരാം. ഞാൻ അവസാനം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു വിജിലൻസ് DYSP വർഗീസ് മാത്യു സാർ. ഞാനൊരു ദിവസം ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സ്വീകരണം സംഘടിപ്പിക്കുന്നുണ്ട്, ആര് നസീർ സാർ വരുന്നോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം അവർക്കൊന്നും പ്രതീക്ഷയില്ല പുന്നപ്പുറ സ്ഥലത്ത് അദ്ദേഹം വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ഈ പറഞ്ഞൊരു കുഴപ്പം പറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിങ്ങനെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. ഞാൻ ശരിയല്ലെന്ന് തന്നെയല്ല, പത്മശ്രീ കിട്ടിയ ആളാണ് നസീർ സാർ. അങ്ങനെ പറയാൻ കൂടെ തോന്നി എനിക്ക്. അപ്പം പത്മശ്രീ കിട്ടിയ നസീർ സാറിനെ കുരങ്ങുണ്ടി കാണിച്ചാൽ രാഷ്ട്രത്തെ അവമാനിക്കുന്ന തുല്യമാണെന്ന് കൂടെ പറഞ്ഞു. അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു, 2 വണ്ടി മദ്രാസ് പോലീസിന് ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്ര പോലീസിന് ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലം കഴിഞ്ഞ് അടുത്ത ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ അവിടെ വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇത് വിപ്ലവത്തിൻ്റെ നാടാണ് സാർ. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയാണ് എന്നങ്ങ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, സാറിന് സന്തോഷമായി. ഇവിടെ വന്നിറങ്ങി ഒരുപാട് നാളായിട്ട് പുന്നപ്പുറ അപ്പച്ചൻ പറയുന്നതാണ്, ഇവിടെ പുന്നപ്പുറ വരണം, എനിക്ക് ഭാഗ്യമുണ്ടായി, ഈശ്വരാനുഗ്രഹമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞു. ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ്. കയ്യടിയുടെ ബഹളം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല. കരിങ്കുടി ഒന്നും കാണിച്ചില്ല, സന്തോഷമായിട്ട് കയ്യടിയുടെ പൂരൊക്കെ കരിങ്കുടി കാണിക്കാന്ന് പറഞ്ഞില്ല. അങ്ങനെയൊന്നും നസീർ സാറിനെ ഒന്നും ഒരു ആള് ഒരിക്കലും ചെയ്യില്ല. പറഞ്ഞിട്ടുണ്ടാവും അപ്പച്ചൻ ചേട്ടനോടെന്നുള്ളതിനപ്പുറം അല്ല പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കണ്ടതാണ്. അന്നത്തെ ദിവസം തന്നെ ഇവര് ഇതും കൊണ്ടൊക്കെ വരുന്നത് നമ്മളോ മറ്റോ ആന്നോ കരിങ്കുടി കാണിച്ചത്. അപ്പം അതിനൊക്കെ വലിയ പാരയായി പോയത്. അതുപോലെ എനിക്ക് എൻ്റെ ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഇതാ ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു. മദ്രാസിൽ വന്നപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പം ഒരാൾ പരിചയപ്പെടുത്തണം സ്വാമിയെ. ഞാൻ ആലോചിച്ചു. ഇപ്പം പിന്നെ നമ്മുടെ വിജയ ഗാർഡനിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് അപ്പോൾ അവിടെ ഒരു റെക്കോർഡിംഗ് തിയേറ്ററുണ്ട്. അപ്പോൾ സ്വാമിയുടെ ഒരു പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാമിയുണ്ട്. അപ്പോൾ ഞാൻ നാസി സാറിനോട് പറഞ്ഞു, പാസിയോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു നല്ല ആൾ പരിചയപ്പെടുത്തുന്നുണ്ട്, സ്വാമി അറിയാമല്ലോ. അങ്ങനെ ആദ്യമായിട്ട് സ്വാമിയെ പരിചയപ്പെടുത്തി, നസീർ സാർ പരിചയപ്പെടുത്തി പാട്ട് പഠിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം സ്വാമി ചോദിച്ചു,
സിനിമയിൽ പാടാനാണോ അതോ കച്ചേരി നടത്താനാണോ? സിനിമയിൽ പാടാനാണെങ്കിൽ പഠിക്കണ്ട, കച്ചേരിക്കാണെ പഠിപ്പിക്കാം. അങ്ങനെ ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം പിന്നെ? സാധിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇപ്പം എന്തായാലും ഷീലാമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഷീലാമ്മയ്ക്കും കൂടെ വേണ്ടി ചേച്ചി ഒരു പാട്ടും കൂടെ പാടിയാൽ ഗംഭീരമാവും. ഏത് പാട്ടാ ഷീലാമ്മയ്ക്ക് ഇഷ്ടം? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, അതായത് ഭാര്യമാർ സൂക്ഷിക്കുക ആദ്യമായിട്ട് അഭിനയിച്ച പടം. അതെ അതെ അതെ. അതിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട്. സ്വാമി പാട്ടായിരുന്നല്ലോ മ്യൂസിക് ഡയറക്ഷൻ. അതെ. ശ്രീമാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണ്. ആ പാട്ട് അത് തന്നെ പാടിക്കോളൂ. ഓക്കെ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിന്നിലലിയുന്നൻ ജീവമേഘം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം. ആഹാ. വേറൊരുത്തന്റെ ഭാര്യയെ നോക്കി പാടുന്ന പാട്ടാണിത്. പാട്ടോ ആ ഇയാളുടെ ഭാര്യയല്ല, വേറൊരുത്തന്റെ ഭാര്യ നോക്കി പാടുന്ന പാട്ട്. വേറൊരാളുടെ ഭാര്യയോട് കുറച്ചുകൂടെ കൂടുതൽ പ്രണയം തോന്നാം. തോന്നാല്ലേ? അല്ല, കുഞ്ചേട്ടൻ എത്രയും നേരം ഒന്നും മിണ്ടാത്ത ആളാണ്. പാട്ട് കേട്ടാൽ നമുക്ക് തോന്നും. കുഞ്ചേട്ടൻ അന്ന് ഇത്തിരി പാട്ടൊക്കെ ഉള്ള ആളാണല്ലോ അല്ലേ? പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പറയാനേ ഒക്കൂ. ആ, പറയുന്ന പരിപാടികളേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളൂ. ഷീലാമ്മ പേര് ഷീല. ഞാൻ ജീവിതത്തിൽ എനിക്ക് അറിയാത്തതെന്നാണ് ഇനിയൊരു കാര്യം അറിയാമോ? ആ, അതായത് ഒരു 300 പാട്ടുകൾ ഞാൻ നസീർ സാറുമായിട്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എല്ലാം നല്ല പാട്ട്. കാതിന്റെ അടുത്തും മൂക്കിന്റെ അടുത്തും ഒക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ അങ്ങേര് ഇതുവരയ്ക്കും ശബ്ദമായിട്ട് പാടിയിട്ടേ ഇല്ല, ചുണ്ടു മാത്രമേ അനങ്ങിയിട്ടുള്ളൂ. ഈ ലിപ്പ് പിടിക്കുന്നത് പാടാതെ ചുണ്ടു കൊടുത്തിട്ടാണോ? ഞങ്ങളൊക്കെ പാട്ട് വന്നില്ലെങ്കിൽ അതിന്റെ കൂടെ ചേർന്നങ്ങ് പാടും. ശബ്ദം നന്നായിരിക്കുന്ന ശബ്ദത്തിലെങ്കിൽ പാടും. പക്ഷെ അങ്ങേരെ ശബ്ദം ഞാൻ ഇതുവരെയ്ക്കും കേട്ടിട്ടില്ല. എന്റെ കാതിന്റെ അവിടെയും ഇവിടെയൊക്കെ തല വെച്ചൊക്കെ പക്ഷെ ഇതുവരെയ്ക്കും കേട്ടിട്ടില്ല. ഈ ശബ്ദം പുറത്തേക്ക് എടുക്കാതെ ലിപ്സിങ് ചെയ്ത് പാടുന്നത് ഇത്തിരി പാടാ. ശരി, ഇവിടെയൊക്കെ അനങ്ങും, ഏഹ് ഇവിടെയൊക്കെ അനങ്ങും. അങ്ങേര് പാടും കേട്ടോ, പാടും. ഷീലാമ്മ പാടില്ല, പാടത്തേയില്ല, ഞാൻ കേട്ടിട്ടില്ല ഇത് പറയുമ്പോ കേട്ടില്ലേ. പിന്നെ അദ്ദേഹം ഈ ലിപ്സിങ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കക്കയോ കൈകൊണ്ട് പാട്ടിലെ ലിറിക്കൽ സ്വരമൊക്കെ പാടാറില്ലേ? സ്വരം പാടുന്നു. സ്വരമൊക്കെ തെറ്റാതെ പാടുന്നില്ലേ? ഓരോ ഒച്ചെടുക്കാതെ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി ഇരുന്ന് ആൾക്കൂട്ടത്തിലിരുന്ന് പിന്നെ സ്വർഗനന്ദിനി സ്വപ്ന വികാരണിയൊക്കെ ഇരുന്ന് എടുത്ത്. അല്ല, കൂട്ടുകാരപ്പടത്തിൽ എല്ലാം നല്ല പാട്ടുകളുണ്ട്. അന്നത്തെ സിനിമയിലെല്ലാം പാട്ടുകളെല്ലാം നല്ല അർജുൻ മാഷും ഓർക്കുന്ന പാട്ടുകളാണ്, പാട്ടുകളെല്ലാം പിന്നെ ഗംഭീര പാട്ടുകൾ. ഒരു പരിധി വരെ നമ്മളിപ്പോ മധുസാർ നേരത്തെ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് നമ്മള് ഇരുട്ടിന്റെ ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ നിത്യഹരിത നായകൻ അല്ലെങ്കിൽ ഇപ്പൊ ഷീലാമ്മ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതിനകത്ത് പാട്ടുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സീനുകള് നമ്മൾ സീനുകൾ എടുത്ത് ഓർക്കുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് പാട്ടും ആ പാട്ടിന്റെ വരികളും കാണാപ്പാടമായിരിക്കുന്നത്. എല്ലാവരും ഓർക്കുന്നതും വരുന്നതെല്ലാം. നമുക്ക് പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ കാണാം. പ്രേം നസീർ സാറ് അനന്തപുരിയുടെയും കേരളത്തിന്റെയും മൊത്തം മലയാളികളുടെ, ലോകത്തുള്ള മൊത്തം മലയാളികളുടെയും അഭിമാനമാണ്. പ്രേം നസീർ സാറിന്റെ ഒരുപാട് ആരാധകരാണ് ഞങ്ങളെല്ലാവരും. അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ തറയിലിരുന്ന് കണ്ട ചരിത്രമുണ്ട്. കപ്പലിന്റെയും കുറിച്ച് ചെറിയ ചെറിയ പാഠപുസ്തകങ്ങളിൽ പാട്ടും നോക്കി ഞങ്ങൾ അങ്ങനെ അന്നത്തെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ അത് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ടി വി മറ്റു കാര്യങ്ങളായി. ഞങ്ങളുടെ ഓരോരോ, അതായത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ പഴയ പാട്ടുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ തത്തിക്കളിയത്. അതായത് മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂട്ടി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല ഏലമലർക്കാട്ടിലെ മലങ്കുറവാ. അതുപോലെ ഇനിയും പോയിട്ടുണ്ടോ നമുക്ക്? നീലഗിരിയുടെ സഖികളെ ജ്വാലമുഖികളെ. ഇത് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം 2 പാട്ട് പാടിയതാണെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഓരോ മലയാളിക്കും എത്രയോ പാട്ടുകൾ ഓർക്കാനും പറയാനും പാടാനും ചെയ്തു വെച്ചിട്ടാണ് നസീർ സാർ പോയിരിക്കുന്നത്. അതുമല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, കുഞ്ചൻ ചേട്ടൻ ചിലപ്പോൾ അറിയില്ല. അതായത് മലയാളി മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു 10-40 വർഷം പുറകോട്ട് വിട്ട് 2 പാട്ടെടുത്തോണ്ട് വരും പാടാൻ. മലയാളി എന്ന് ഉദ്ദേശിച്ച് ഒരു വിധത്തിൽപ്പെട്ട ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ബാക്കിയൊക്കെ എല്ലാം ഓക്കെ. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞിരുന്ന് പാടുമ്പം ഒരു പഴയ പാട്ട് അവിടെ വരിക എന്ന് പറയുന്നത് അത് സ്ഥിരമുണ്ട്. സ്ഥിരമാണ്. ഞാൻ കുഞ്ചേട്ടനെ തന്നെ കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ സ്ഥിരമാണെന്ന് പറഞ്ഞപ്പോ കുഞ്ചേട്ടനെ നാട്ടുകാർ സംശയിക്കാൻ അങ്ങനെ ഉണ്ട്. എന്നെ തുടർന്ന് അല്ലല്ല, നസീർ സാറിന്റെ ഒരു നല്ല മനസ്സിനെ കുറിച്ച് ഞാൻ പറയാം. സിനിമയിൽ വളരെ വല്ലപ്പോഴാണ് ഒരു സിനിമ കിട്ടുന്നത്, അതിനകത്ത് വളരെ തുച്ഛമായ ശമ്പളം. അപ്പം ഞാൻ ബോംബെ നിന്ന് കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നു, ഒരു 10-12 ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് നസീർ സാറിനെ കാണിച്ച് ഞാൻ പറയും, ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു 10-25 രൂപ കിട്ടും. ഓരോ ബെഡ്ഷീറ്റിന് 25 രൂപ വെച്ച് കിട്ടും. ഓ അങ്ങനെയാണ് വേഗം പുള്ളി അതിൻ്റെ ഒരു വർണ്ണനുണ്ട്. എന്ത് രസമായിരിക്കുന്നല്ലേ മീനെ, എന്ത് ഭംഗിയായിരിക്കുന്നു. എല്ലാവരും കാണിച്ച് ഒന്ന് എടുക്കണം മീനെടുക്കണം, വിജയം എടുക്കണം. എന്ത് രസം, നല്ല ഭംഗിയല്ലേ. ഈ അസേ എന്ന് പറഞ്ഞത് അസേ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറയാം. എന്താ അസേ? അസേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരാളെ വിളിക്കുന്നത് അസേ എന്നാണ്. അല്ല, എന്താ ബ്രോ എന്ന് പറയുന്നില്ലേ? ബ്രോ എന്താ ബ്രോ അതിന്റെ വേറെ വെർഷൻ അന്നത്തെ കാലത്തുള്ള എന്താ വളരെ ഷീലാമ്മയ്ക്ക് ഓർമ്മയുണ്ട്, നമ്മള് കണ്ണപ്പനുണ്ണി പിന്നെ അവിടെ ഇടുക്കിയിൽ ഡാമിലെ മറ്റോ പോകുമ്പോഴേ നമ്മള് താമസിക്കുന്ന ഒരു ജീപ്പിൽ കയറി നമ്മളെല്ലാവരും പോകുമ്പോ ഒരു മറിയാമ്മച്ചടത്തിയുടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ പുട്ടും കടലും കഴിക്കാം. പിറ്റേ പറഞ്ഞു വെച്ചു നാളെ ഞങ്ങൾ വരും. ഇന്നും അതിലെ പോകുമ്പോ അവിടെ കഴിച്ചു വെച്ചു. ഷീലാമ്മയ്ക്ക് നമ്മള് ഇപ്പം ഒരു പാട്ടെടുക്കുകയാണ്. അവിടെ ഇപ്പം ചെറിയ പാട്ടൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു കൊറിയോഗ്രഫിയുടെ ഏരിയയിൽ ഇപ്പൊ ഷീലാമ്മയ്ക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷീലാം ഒരു സീൻ അഭിനയിക്കുമ്പം ആ സീൻ ഇന്ന തരത്തിൽ ചെയ്യാം. ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലും ചിലപ്പം കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ അഭിനയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നസീർ സാർ അന്നത്തെ കാലത്ത് ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫി ഇല്ല, ഡാൻസ് മാസ്റ്ററേ ഇല്ല. പൂന്തേൻ അരുവി എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഓടിക്കുന്നത്. ഡാൻസ് മാസ്റ്റർ എവിടെ? ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫി. ഞാൻ തിരിച്ചു വന്നപ്പോ കൊറിയോഗ്രാഫി ഡാൻസ് മാസ്റ്റർ, എന്തിനാ ഡാൻസ് മാസ്റ്റർ അങ്ങനെ ചോദിക്കും. അങ്ങനെയില്ല. അപ്പോ പക്ഷെ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഡയറക്ടർ പറയുന്ന പോലെയേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഡയറക്ടർ പറയുന്ന അപ്പുറം ഞങ്ങൾ ചെയ്യത്തില്ല. ഡയലോഗ് വരയ്ക്ക് അവർ എഴുതി വെച്ചത് മാത്രമേ, അതും നാടകത്തിൽ വേണ്ടിയേ എഴുതി വെച്ചതായിരിക്കും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, പിന്നെ ഇനിയൊന്ന് അഗ്നിപുത്രി, ഇതൊക്കെ നാടകത്തിൽ വന്നതല്ലേ. അപ്പോൾ അവർ നാടകത്തിലുള്ള ഡയലോഗ്സ് അത് അപ്പുറം ഇപ്പുറം പറയാനും അവർ സമ്മതിക്കില്ലേ, ഞങ്ങൾ പറയത്തില്ല. അത് നമ്മൾ പറയുന്നു, ഞാൻ എനിക്ക് വയ്യ, ഞാൻ പോവാണെന്ന് പറയാം. എനിക്ക് വയ്യ, ഞാൻ പോവാണ്, അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് വയ്യ, ഞാൻ പോവാണ്. ഇപ്പോഴത്തെ ആണെങ്കിൽ എനിക്ക് വയ്യ, ഷോ ഞാൻ പോവാണ്, അങ്ങനെ റിയാക്ഷൻ കൊടുക്കാം. അങ്ങനെയൊന്നും പാടില്ല. എന്താ നിങ്ങൾ അങ്ങനത്തെ റിയാക്ഷൻ? അതൊന്നും വേണ്ട, ഡയലോഗ് പറഞ്ഞാ മതി അല്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും സ്വാതന്ത്ര്യമേ ഇല്ല അഭിനയിക്കാൻ. എന്നിട്ടും അതിന്റെ അങ്ങനെ സ്വാതന്ത്ര്യം പോകുമ്പോഴേ അഭിനയം കുറച്ചുകൂടെ പ്രഷറുള്ള ഒരു പണിയും കൂടെ ആവും. പ്രഷറേ നമുക്ക് ഇതുമായിട്ട് നമ്മുടെ മനസ്സിൽ ഇത് കണക്കല്ല, സമ്മർദ്ദമുണ്ട്. കുറെ ആദ്യം അറിയില്ല, പിന്നെ കുറെ കാലം കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യണം തോന്നുന്ന ഒരു കാലം വരില്ലേ. പിന്നെ സെറ്റില് ലൈവ് അല്ലായിരുന്നു നമുക്ക്. അതെ, ഡയലോഗ് ഒന്നും ലൈവ് ആയിരുന്നു. അതിന് ഈ ക്ലാപ്പില് ഈ അടിക്കുന്ന ഒച്ച വന്നത് തന്നെ ഈ സൗണ്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ അടിയുടെ ശബ്ദത്തിന്റെ ക്ലിക്കിലാണ് സൗണ്ട് അങ്ങറ്റോ ഇങ്ങറ്റോ. ഇത് പറയുമ്പോഴേ ഒരു കാര്യം ഓർക്കുന്നത്, നമ്മുടെ രാമു കാര്യത്തില്ലേ, ചെമ്മീന്റെ ഡയറക്ടറാണ്. അങ്ങേർക്ക് അഭിനയിക്കണമെന്ന് വലിയ ആശയാണ്. ഭയങ്കര ആശയമാണ്. അഭിനയത്തോടൊക്കെ വലിയ ഇഷ്ടമാണ്. രമണൻ എന്നൊരു പടം എടുത്തു. രമണൻ ഓർക്കുന്നുണ്ടോ? രമണൻ ചന്ദ്രൻ. ആ പടത്തില് അങ്ങേരാണ് എന്റെ മുറച്ചെറുക്കൻ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരണം. ഓ, പെണ്ണങ്ങ് വളർന്നു പോയല്ലോ എന്ന് എന്നെ നോക്കി പറയണം. അവിടെ വന്നു, ഓ കട്ട് 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 അത്രയും വരത്തുള്ള. പിന്നെ ടേക്ക് 4, സീൻ നമ്പർ 5 ടേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കില്ലേ, പെണ്ണെ വളർന്നു, വേണ്ട 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 വേണ്ട. അങ്ങനെയൊക്കെ ക്ലാപ്പ് കാണാൻ പാടില്ല. ക്ലാപ്പ് ഇല്ലെങ്കിൽ ഞങ്ങളെ അഭിനയിക്കും. പക്ഷെ ക്ലാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കില്ലല്ലോ ആ കാലത്ത്, എഡിറ്റിങ്. അപ്പൊ ഡയറക്ടർ പറഞ്ഞു ലാസ്റ്റ് ക്ലാപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേര് കഴിഞ്ഞ് പറഞ്ഞ പിന്നെ ഓടി വന്ന് ക്ലാപ്പ് എടുക്കും. അങ്ങനെ 2-3 പടത്തിൽ അങ്ങേര് എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. രാജൻ എന്നോ മറ്റല്ലേ കഥാപാത്രത്തിന്റെ പേര്, വരുന്നതായിട്ടോ ഇങ്ങനെയോ ഒരു കഥാപാത്രം ഞാൻ ഇവനെ പറ്റിച്ചോണ്ട് അവന്റെ കൂടെ പോകും. അതെ, ഈ നമ്മൾ വളരെ വലിയ ഇവരുടെ ഒരു ജീവിത തിരക്കിനൊക്കെ ഇടയിൽ
ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടെ അപ്പച്ചൻ ചേട്ടൻ്റെ ഒരു കാര്യമാണ്. അപ്പച്ചൻ ചേട്ടൻ നമ്മളിതിക്ക് ഇങ്ങനെ ഈ പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നസീർ സാറിന് പൊറോട്ട മേടിച്ചു കൊടുക്കും എന്തോ ചെയ്തു. അതെ അതെ. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്വീകരണം കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ അടുപ്പമായി. അപ്പം ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു അപ്പച്ചൻ കൂടി ഇരിക്കട്ടെ പ്രസംഗിക്കാൻ പോകുമ്പോഴോ. അപ്പോൾ രാവിലെ തൊട്ട് പ്രസംഗിച്ച് ഒരു 11 മണിയായിട്ടും ഒന്നും കൊടുക്കുന്നില്ല, ചായയില്ല കാപ്പിയില്ല ഒന്നുമില്ല. അപ്പം തോട്ടപ്പള്ളിയിൽ ഇങ്ങോട്ട് പോരുമ്പോൾ എന്നോട് പറഞ്ഞു അപ്പച്ചൻ അറിയാവില്ല എന്നെ ഉദയസ്റ്റുഡിയോയിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നതും തരുന്നതൊക്കെ. രാവിലെ ഇത്, അത് കഴിഞ്ഞ് ജ്യൂസ്, അത് കഴിഞ്ഞ് പിന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് അത് കൊടുത്ത് അങ്ങനെ എല്ലാം നോക്കി ഒരു രാജാവിന് കൊടുക്കുന്നതാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞു, ചായ പോലും തന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞു. വളഞ്ഞ വഴി ഒരു ഇക്കയുടെ കടയിൽ ഞാൻ പറഞ്ഞു നസീർ സാറാണ് വണ്ടിയിലിരിക്കുന്നത്, അതുകൊണ്ട് പൊറോട്ട അല്ലോ ഇതാരാണപ്പോൾ നമ്മുടെ കടയുടെ വാക്ക് വന്നിരിക്കുന്നത് പറഞ്ഞ് പുള്ളി ഓടി വരിക സാധനമൊന്നും എടുക്കാതെ. ഇവിടെ വന്ന് നസീറിനെ കണ്ടെന്ന് തോന്നിയിട്ട് പറഞ്ഞു പടച്ചോരെ ആരും ഇവിടെ കൊണ്ടുവന്നത്, അതൊക്കെ ഇരിക്കട്ടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അയ്യോ എന്ത് വേണേ അപ്പോൾ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് 2 പൊറോട്ടയും വളഞ്ഞ പച്ചപ്പഴവും ഒരു ചായയായിട്ട് കൊണ്ടുവന്നു. ഇത് കൊടുത്ത് കഴിച്ചപ്പോൾ എന്നത് പറഞ്ഞു സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് അപ്പച്ചാന്ന്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പച്ച പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു. പടച്ചോനെ എന്തിന് പൈസ, പടച്ചോനെ എന്നെ കാണിക്കാനെങ്കിലും കൊണ്ടുവന്നില്ല ഇവിടം വരെ, നമുക്ക് പൈസ ഒന്നും വേണ്ട ഇനിയും വരണമെന്ന് എന്ന് പറഞ്ഞു. പൊറോട്ട തിന്നാനായിട്ട് അത് ഒന്നിനും പരാതിയില്ലല്ലോ. ഒന്നിനും പരാതിയില്ല. ആളുകൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുക അതെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആ സമയത്ത്. ഇപ്പൊ നമ്മളിപ്പോ യാദൃശ്യമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നസീർ സാറിനെ പറ്റി ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിൽ ഒരുപാട് ലെജൻസിന്റെ പേരുകൾ വന്നു പോകും. ദാസേട്ടൻ വരും, പി സുശീല വരും, ഈ ഭാസ്കര മാഷ് വരും, വയലാർ വരും, ദേവരാജ മാഷ് വരും, ONV ദക്ഷിണാമൂർത്തി, അങ്ങനെ എത്ര മഹാത്മാക്കളുടെ പേരുകളാണ് നമുക്കൊരു എപ്പിസോഡിൽ പറയാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അല്ലേ. ഒരുപാട് പേരുകളുടെ പേര് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുന്ന കാര്യത്തില്. ഷീലാമ്മ ശരിക്കും ഈ രണ്ടാമത് വന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു? 18 കൊല്ലം കഴിഞ്ഞിട്ട്. 18 കൊല്ലം 18 കൊല്ലം കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് വലിയ മാറ്റമല്ലേ സിനിമയിൽ വരുന്നത്? ഭയങ്കര മാറ്റം. സിനിമ തന്നെ മാറിയല്ലേ? സിനിമയൊക്കെ അല്ല, അത് തന്നെ ട്രോളിയും അതും വന്ന് ഇരുമ്പ മരമായിരുന്നു, ഇതായിരുന്നു. ഇപ്പോഴാണ് ഭയങ്കര മാറ്റം. കാരണം ഞാനൊരു ആഡ് പോയി ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഗ്രീൻ മാറ്റ് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എനിക്ക് അറിയില്ല ഗ്രീൻ മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ തള്ളാനായിട്ട്. ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ വലിയൊരു മതിൽ കെട്ടി ഇങ്ങനെ തള്ളി പൊട്ടിക്കുന്നു ഗ്രീൻ മാറ്റിൽ. ഞാനിങ്ങനെ കാണിച്ചാൽ മതി താഴെന്ന്. ഇപ്പോഴാണ് ഭയങ്കര അതാ മനസ്സിനക്കരയ്ക്ക് അപ്പുറം വന്നതല്ലേ ഈ ഗ്രീൻ മാറ്റൊക്കെ. മനസ്സിനക്കര വന്ന് 10, 15, 20 കൊല്ലം ആയില്ലേ. അപ്പൊ അന്ന് ഷീലാമ്മയുടെ പാട്ടിലാണോ ഒരു അലമാരയുടെ മേളിലൊരു കുടമായിട്ട്? അതന്നെ, അതൊക്കെ മല്ലി റാണി എന്ന് പറഞ്ഞൊരു ക്യാമറമാനാണ്. അങ്ങേന്റെ കഴിവാണ് വാഴവേ മായം. അതെ അതന്നെ, അതെ ആ പടത്തില്. അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറയുടെ മുൻവശത്ത് ഇങ്ങനെ 4 ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അങ്ങേരാണ് അത് മുഴുവനും. അങ്ങേരത്തെ വലിയ ക്യാമറമാനായിരുന്നു മല്ലി റാണി. എന്റെ ഒരുപാട് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിനും അങ്ങേരായിരുന്നു ക്യാമറമാൻ. അത് അതില് അന്ന് ഈ അലമാരയുടെ മേളത്തെ ഡാൻസ് ഒരു അന്നത്തെ സെറ്റപ്പില് പേര് ഓർക്കുന്നുണ്ടോ? ഏതാ? വാഴവേമായി ഇപ്പൊ പറഞ്ഞു. വാഴവേമായം ശരിയാ. അന്നേ അത്രയും ആ കാലത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീനിലെ ലാസ്റ്റ് ചുഴലൊക്കെ വരുന്നില്ലേ, എന്ത് പാടുപെട്ടാന്നറിയാം അവരെടുത്തത്. വെള്ളം താഴെ വെച്ചിട്ട് അതിന്റെ അകത്ത് വന്ന് ഒരു എന്തോന്നാ ഒരു ഫാൻ മാതിരി ഒരെണ്ണം താഴെ വെച്ചിട്ട് ചുറ്റാൻ വേണ്ടി, ചുഴി വരാൻ വേണ്ടി എന്ത് പാടുപെട്ട ക്ലോസപ്പിൽ അത് എടുത്ത് പിന്നെ അത് ലോങ് ഷോട്ടിൽ വെച്ച്. ഇപ്പോഴാണെങ്കിൽ എന്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നില്ലാത്ത കാലത്താണ് അത് എടുത്തതെന്നുള്ളത് ഓർക്കണം. വലിയ ടെക്നീഷ്യന്മാരും കുഴക്കുന്ന ചോദ്യം ചോദിക്കും എന്നോട്. ഷീലാമ്മ പറഞ്ഞ ശേഷം വാഴവേമായം പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ്, അലമാരിയുടെ മുകളിൽ ഡാൻസ് കളിക്കുമ്പോൾ വരുന്ന വരി ഏതാണ്? സീതാദേവിയിൽ ഏത് വരി? അത്രേ പറ്റത്തുള്ളൂ. കല്ലിൽ കൊത്തി വെച്ച കവിതേ നിന്റെ കനക. അല്ല, അത് കുഞ്ചേട്ടൻ 2 വരി പാടിയാല് അത് കുഞ്ചേട്ടൻ പാടും. ചേട്ടാ കല്ലിൽ കൊത്തി വെച്ചത് തൊട്ട് കല്ലിൽ കൊത്തി വെച്ച കവിത പ്ലീസ് അങ്ങനെ പറയുന്നു. കുഞ്ചേട്ടൻ 2 വരി പാടും.
ഇല്ലെങ്കിൽ ഞങ്ങള് അല്ല എനിക്കറിയാൻ വയ്യത് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര കൊത്തി ശരി അപ്പച്ചൻ ചേട്ടൻ ഇറങ്ങി. അപ്പച്ചൻ തന്നെ പാടും അതല്ലേ പാടും. അത് ഞങ്ങള് കൊത്തി വെച്ച കവിതേ അത്രേ പറ്റുള്ളൂ. നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയലെങ്ങിനെ. ആഹാ ഉഷാരടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഇല്ലില്ല അതുകൊണ്ടാ ഞാൻ ഇത് ഗാനഗന്ധർവൻ. നമുക്ക് ഒരു വീഡിയോയും കൂടെ കാണാം. ഞാൻ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരേ ഒരു പടമേ നസീർ സാറുമായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് ജസ്റ്റിസ് രാജയാണ്. പക്ഷെ എക്കാലത്തും ഓർമ്മ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഓർമ്മ നിലനിർത്തുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഒരു താരതമ്യേന പുതുമുഖമായ എന്നെ, എൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പടമാണ്, പുതുമുഖമായ എന്നോട് ആ വേർതിരിവ് കാണിക്കാതെ വളരെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെപ്പോലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം ആഹാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരും, അദ്ദേഹം അത് കഴിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ അടുത്തിരിപ്പുണ്ടെങ്കിൽ എന്നെ അടുത്തു വരൂ, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് പാത്രമൊക്കെ തുറന്ന് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. അതായത് സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും സ്നേഹസ്വരൂപനായ ആർദ്ര ഹൃദയനായ ഒരു വേറൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാവരെയും സഹായിക്കുന്ന, പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ മറ്റു സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന സിനിമയിലെ സുഹൃത്തുക്കളെയെല്ലാം ഒരേ കരുതലോടെ സംരക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മോഹൻ ജോസേട്ടനൊക്കെ ഇങ്ങനെ നമ്മൾ അനുഭവങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കൽ കണ്ട ആള് ഒരിക്കൽ വർക്ക് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ചില ആളുകളിലോട് നമ്മൾ ചിലപ്പോൾ ഒരു കൊല്ലം ഒന്നിച്ചുണ്ടായാൽ പോലും നമ്മൾ ഓർക്കാൻ ഒരു അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പല ആളുകളോടും നമ്മൾ കുറേ നേരമൊക്കെ ഒന്നിച്ചിരുന്നിട്ട് പിരിഞ്ഞു പോയാൽ കുറച്ച് കഴിയുമ്പം മറന്നു പോകും. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അവരെ പറ്റി കുറേ ഓർമ്മകളുണ്ടാവും, അവരൊരു കുറച്ച് ഓർമ്മകൾ നമ്മളിൽ അവശേഷിക്കും അല്ലേ? അത്തരത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു പ്രേം നസീർ സാർ. ഷീലാമ, ഇപ്പം ഇത്രയധികം സിനിമകളുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ പാട്ടായിട്ടും സീനായിട്ടും മൊബൈലിൽ തട്ടുമ്പോഴും ഒക്കെ ഇതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഷീലാമ്മയുടെ ഒരു ആ കാലഘട്ടത്തിലെ സിനിമകളുടെ കാണൽ ഇപ്പോൾ എന്തളവിലുണ്ട്? അന്ന് കാണാൻ വിട്ട പടങ്ങൾ ഇപ്പൊ ടി വിയിലൊക്കെ മാറ്റുമ്പോൾ ദൈവം ഇത് ഞാൻ അതെ അതെ ശരിയാ. അത് ഒരുപാട് സംഭവങ്ങൾ. അതായത് തോക്കുകൾ കഥ പറയുന്ന ഒരു പടം, അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് വന്ന് ഇതിലാ കണ്ടത്, ഞാൻ ടി വിയിലാണ് കണ്ടത് ഞാൻ. അങ്ങനെ ഒരുപാട് ഞാൻ തന്നെ വിചാരിക്കും, അയ്യോ ഇത് ഞാൻ അഭിനയിച്ചോ, നമ്മൾ അഭിനയിച്ചോ തന്നെ സംശയം. ഈ പടത്തിൽ ഞാൻ അഭിനയിച്ചു, ഈ പടത്തിൽ ഞാനുണ്ട്. മിണ്ടാ പെണ്ണിന് ഒരു പടം, അത് നോക്കിയപ്പോ അതിൽ ഞാനും ശാരദയും. അയ്യോ ശാരദയല്ലേ, ഞാനുണ്ടോ ഇതില്? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പടങ്ങളും ഞാൻ ഇപ്പോഴാണ്, മുത്തശ്ശി എന്നൊരു പടം, അതും ഇപ്പോഴാണ് കാണുന്നത്. വെരി ഓൾഡ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടാ അത് വരുന്നുണ്ട്. ഇപ്പൊ നെറ്റിലും ടി വിയിലൊക്കെ അത് വരുന്നുണ്ട്. മലയാളം പടങ്ങളില് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടിട്ട് പിന്നെ വെരി ഓൾഡ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിടണം. വിട്ടാ ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ടി വി ഉള്ളതുകൊണ്ട് അവസരമുണ്ടല്ലോ. അന്ന് സിനിമ കാണാൻ എങ്ങനെയായിരുന്നു? ഞാൻ ഇതിനിടെ ചോദിച്ച പോലെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു? ഇല്ല, സിനിമയിലൊക്കെ പോയി മലയാളം പടങ്ങൾ ചെന്നൈയിൽ റിലീസാവില്ല. ഒരിക്കലും റിലീസ്. ആ ഒരു ചെമ്മീൻ മാത്രം വന്ന് കുറേ കാലമായിട്ട് ഓടി. പിന്നെ ആ നിമിഷം എന്നൊരു പടം, ആ പടം ഓടാൻ എന്താണെന്നറിയോ കാരണം? ശ്രീദേവിയാണ് അതിൽ അഭിനയിച്ചത്. അപ്പം അതിൽ ചെറിയ പാവാട ഇട്ടിട്ട ഒരു ബാനർ മുകളിലിങ്ങനെ, മുകളിലാണ് ശ്രീദേവി ഞാനും അതുമൊക്കെ ഞങ്ങളുടെ മുഖങ്ങൾ ശ്രീദേവി നിൽക്കുന്ന പോലെ. അപ്പോൾ റിയലായിട്ട് അതിൻ്റെ ഡയറക്ടറൊക്കെ വന്നത് ശശിയാണ്, എ വി ശശിയാണ്. അപ്പോൾ ശ്രീദേവി ഇട്ടിരിക്കുന്നത് റിയൽ, ആ ബാനറിൽ റിയലായിട്ടുള്ള ഒരു പാവാട, അത് ഇതുവരേക്കുള്ള പാവാട. അത് കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പോകും, ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തു ട്രാഫിക് ജാമാന്നറിയാം അവിടെ നിന്നോണ്ട്. പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങളിങ്ങനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമ. അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ആ പടം അവിടെ ഭയങ്കരമായിട്ട് ഓടി. പിന്നെ ചെമ്മീൻ ഞാൻ അവിടെ പോയി, ഞാനും ജയലളിതയും കൂടെ ഒരുമിച്ച് പോയി കണ്ട പടമാണത്. പിന്നെ വന്ന് ഇവിടെ പടം കാണാനേ ഒക്കില്ല. ഒരിക്കൽ ഞങ്ങളൊരു പടത്തിന് പോയിരുന്നു, ഞാനും സത്യൻ സാറും കൂടിയാണ് പോയത് ആ പടം കാണാനായിട്ട്. പിന്നെ വേറെ ഞങ്ങളുടെ കൂടെ ടച്ചപ്പനും കിച്ചപ്പനും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു. അപ്പം അവർ അറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. നസീർ സാറുണ്ടായിരുന്നു, അത് 3 പേരും കൂടിയാണ് പോയത്. അവരറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഉടനെ തിയേറ്റർ പടം കാണാൻ നിർത്തിയ ഒരു പടം. ഉടനെ ഞങ്ങൾ പുറകെ ഒരു വഴിയുണ്ട്,
അതിൽ കൂടെ കയറി വേറൊരു വീട്ടിൻ്റെ ഓട്ടിൽ കയറി വേറൊരു ആഭരണക്കടയുടെ മുകളിൽ കൂടി കയറി താഴെ ഇറങ്ങിയിട്ട് അങ്ങനെയാണ് പോയത്. പോകാനെ മുക്കത്തില്ല. ഇപ്പോൾ അത് നസീർ സാറും ഷീലാമയും സത്യമാഷും കൂടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ. ഇപ്പോഴെങ്കിലും ആർട്ടിസ്റ്റിനെ വന്ന് വല്ലപ്പോഴും ഇവിടെയൊക്കെ ഷൂട്ടിങ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ വല്ല വീടുകളിലൊക്കെ പോയാ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, ആ വീട്ടിന്റെ മുറ്റത്ത് പോയി നിന്നാൽ കുറച്ചു നേരം അവരെ കാണാം. അതെ. അതേമാതിരി ലാലാണെങ്കിലും ലാലിന്റെ ഒക്കെ കാണാം. അന്ന് ഞങ്ങളെയൊക്കെ കാണണമെങ്കിൽ ചെന്നൈക്ക് വരണ്ടേ? അല്ല, ഈ ഫ്ലോറിലെ ഷൂട്ടിങ്ങുകൾ ഇത്രയും കുഞ്ചേട്ടനൊക്കെ പിന്നെ. ഷൂട്ടിങ്ങൾ നടക്കുന്നത്. അപ്പൊ ഒരു ഔട്ട്ഡോർ പരിപാടികൾ തുടങ്ങിയതിന് ശേഷം അതിന്റെ ഒരു എൻജോയ്മെന്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അല്ല, മറ്റേ എല്ലാം സൈലന്റ് ആണ്. ഫ്ലോറിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ തുറന്ന ഫിയായിസ്, ഒരുപാട് ജനങ്ങൾ കാണാൻ. അപ്പം നമുക്ക് ഒന്നുകൂടെ ഇതിനെയൊക്കെ പൊലിപ്പിക്കണമെന്നുണ്ടാവും. അത് ജനങ്ങൾ നോക്കുമ്പോഴാണ് നമ്മളൊരു സ്റ്റാർ ആണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന ഒരു അവസ്ഥയാണല്ലോ. അതെ, പിന്നെ ഉണ്ടല്ലോ നമ്മൾ കുഞ്ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ അറിയാതെ ഒരു സ്റ്റാർഡം അറിയാതെ വരും. പ്രായോഗികമാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളിങ്ങനെ 10 പേര് കാണുമ്പോൾ പിന്നെ ഞാനും മഞ്ജു വാര്യരും കൂടി ഏതോ ഒരു പടത്തിലിരിക്കുമ്പോൾ ഈ ഇളക്ക് പിള്ളേരുണ്ട് ചിലവർ. ഇങ്ങനെ വന്നിട്ട് മഞ്ജു ചേച്ചിനെ മനസ്സിലായി, എന്താ ചേട്ടൻ മനസ്സിലായില്ല, മനസ്സിലായില്ല, ഇല്ല മനസ്സിലായില്ല, നമ്മുടെ മഞ്ജു വാര്യർ ബ്രദർ കുഞ്ചു വാര്യർ. ഇപ്പൊ മനസ്സിലായോ? പിന്നെ കണ്ടില്ല. ഈ ഇലക്ക് പോലെ അന്നേ ഷീലാമ ചേച്ചി ആരാധകരുടെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു? ഇപ്പം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം, അല്ലെ കമന്റ് ഇടാം, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഒരാൾക്ക് നിങ്ങളുടെ അടുത്തെത്തുക, നിങ്ങളോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണല്ലോ. ഇപ്പൊ ഗിഫ്റ്റുകൾ കൊണ്ട് തരുവോ, അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു വരുമോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ട്രെയിനിൽ ഞാനിങ്ങനെ ഷൊർണൂർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഷൊർണൂർ ഷൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ട്രെയിനിലേ പോകണം. ഇങ്ങനെ കൈ വെച്ചോണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു സ്ത്രീ ഓടി വന്നു, ഒറ്റ കടി തന്നെ ഇവിടെ ഈ കയ്യിൽ ഇപ്പോഴും അതിന്റെ പാടുണ്ട്. കടിച്ച് ചോര. ഉടനെ ഞാൻ അവിടെ അയ്യോ അങ്ങനെ കടിച്ച് ചോരയൊക്കെ വന്നത് വിഷമാണെന്നൊക്കെ അവരൊക്കെ പറഞ്ഞു. ഉടനെ പോയി എന്തോ ഒരു ഇഞ്ചക്ഷനൊക്കെ ഇട്ടു ഞാൻ. ഞാൻ ആരാധകൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഒരു ഒരു സ്ത്രീയാ, പെണ്ണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത്തരമുള്ളൊരു കഥ ഞാൻ കേട്ടില്ല. ഒന്നോടൊന്ന് വീഡിയോ വാളി പോയിട്ട് വരാലോ. ഒരു ആരാധകൻ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചായ, ഇപ്പുറത്തൊരു കടി. അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്നൊരു ചായ, ഇപ്പുറത്ത് വന്നൊരു കടി. എനിക്ക് മനസ്സിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം മുന്നിലിരുന്ന് ഒരു സ്റ്റേജിൽ പാട്ട് കേൾക്കുന്ന സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഒരു തിര പിന്നെയും തിര എന്ന സിനിമയാണ്. മമ്മൂട്ടിയാണ് പാടുന്നത്. ഞാനതിൽ മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഗിത്താർ വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ആ ഷൂട്ടിന് മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനും സാധിച്ചു. അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവമായി ഞാൻ കരുതുന്നു. നസീർ സാർ അഭിനയിച്ച സിനിമ രംഗങ്ങളും അദ്ദേഹം അഭിനയിച്ച് പാടിയ ഗാനങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ ഈ പുന്നപ്ര പച്ചഞ്ചേട്ടനെ പോലെ ചില ഗിറ്റാറും പഴംപൊരിയും പൊറോട്ടയൊക്കെ പഴംപൊരിയും പൊറോട്ട പുന്നപ്ര പച്ചഞ്ചേട്ടൻ പിന്നെ പിന്നെ ചില സിനിമകളൊക്കെ വലിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയായ സിനിമ ഏതാ? ദി കിങ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടത്തെ മുഖ്യമന്ത്രി, മമ്മൂട്ടി കളക്ടർ. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു എന്താ പറയാ, ഒരു മാസ്റ്റർ പീസ് കിട്ടി. ഇപ്പോഴത്തെ പുതിയ പടത്തിനകത്ത് ഒരു 30-35 സീനുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഒരു സിനിമയോടുള്ള ഇഷ്ടത്തിന്റെ യാത്രയിൽ 30 സീൻ വരുന്നത് 54 കൊല്ലം കഴിഞ്ഞപ്പോ. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഉദയനന്റെ മകൻ. ഏതാ കൊല്ലം? 68-70 കാലഘട്ടത്ത് അല്ലേ? അതിലല്ലേ ഗുരുവായൂരം? അതെ അതെ, ആ പാട്ടിനകത്തോളം. നസീർ സാറിന് സിനിമ ഡയറക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? ഒന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം പറയുമോ, അല്ലെങ്കിൽ ഒരു ഷോട്ടിനെ പറ്റി പറയുമോ, ഈ ഷോട്ട് നല്ലത്. ഇപ്പം ഞങ്ങളൊക്കെ പറയാ, ഡയറക്ടർ കൊണ്ടുപോയി ഇത്രയും താഴെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നല്ലോ ക്യാമറ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഡയലോഗ് പറയുമ്പോൾ ഫേസിലല്ലേ കൊണ്ടുപോയി വെക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ വേറെ ആർട്ടിസ്റ്റ് എല്ലാവരും, സാധാരണ ആർട്ടിസ്റ്റ് എല്ലാവരും പറയും. പക്ഷെ നസീർ സാർ അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക്. വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് മൈസൂർ ഹൈദരാലി എന്ന് പറയുന്നൊരു പടം ചെയ്യാൻ പറ്റിയില്ല. വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അതെ, ആ ഒരു വേഷം ചെയ്യണമെന്ന്, മൈസൂർ ഹൈദരാലി.
അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു മൈസൂർ ഹൈദരാലി. അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും അതിനുവേണ്ടി ഇയാളുടെ എല്ലാ കഴിവുള്ള ഒരാളാണ്. പക്ഷെ അതെ. ഒരു കാര്യത്തിലും പോയി ഇടപെടത്തില്ല, പറയത്തില്ല, ആ ഡയറക്ടറെ പറ്റി കുറ്റം പറയത്തില്ല. കൊണ്ട് ഈ ക്യാമറ എങ്ങനെ വെച്ചിരിക്കുന്ന അങ്ങനെ വെച്ചതൊന്നും പറയത്തില്ല. അതുപോലെ ഒരുപക്ഷെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കമാൻഡിങ് ആവശ്യമായ ഒരു ജോലിയും കൂടിയാണ് അല്ലേ? അത് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുക എന്ന് പറയുന്നത്. എന്താ സേതുമാധവൻ ഒരിക്കലും കമാൻഡിങ് ആയിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. സേതുമാധവൻ സാർ ഒരിക്കലും ഒരു വളരെ പതുക്കെ ഇവിടെ വന്ന് അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇരുന്നാ മതി കേട്ടോ. അല്ല അതെന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ഈ കമാൻഡിങ് പവർ എന്നാണ് ഉദ്ദേശിച്ചത്. കമാൻഡ് ചെയ്യണ്ട. ചിലപ്പോൾ സേതുമാധവൻ സാർ അങ്ങനെ പറഞ്ഞാലും അതിനൊരു പവർ ഉണ്ട്, ചെയ്തു പോകും. ഒരു ഓർഡറായിട്ട് ചെയ്യേണ്ട. അദ്ദേഹത്തിനെ പോലൊരു ഡയറക്ടർ ചിലപ്പം വളരെ സൗമ്യമായിട്ട് പറഞ്ഞാലും അതിന് അത്രയും വെയിറ്റേജ് ഉണ്ടാവും, പറയുന്നവർ കേൾക്കത്തക്ക രീതിയിൽ. ആ സമയത്തെ ഡയറക്ടേഴ്സ് അത്രയാണല്ലോ. നമുക്ക് വീണ്ടും നസീർ സാറും മധു സാറുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിന്റെ ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 10-30 വർഷം ഒരുമിച്ച് ഏതാണ്ട് ഒരു കുടുംബത്തിൽ കഴിയുമ്പോൾ കഴിഞ്ഞ് അഭിനയിച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അഭിനയിച്ചിട്ട് ഞങ്ങൾ 2 നടന്മാരായിട്ടല്ലേ പിന്നീട് ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ആദ്യമൊക്കെ 2 നല്ല പരിചയക്കാർ, അത് കഴിഞ്ഞ് 2 സുഹൃത്തുക്കൾ, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഫാമിലി മെമ്പേഴ്സ് പോലെ എല്ലാം അറിഞ്ഞിട്ട് നസീർ എൻ്റെ കുടുംബത്തിലെ ഒരംഗം. നസീർ മാത്രമല്ല, നസീറിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും എൻ്റെ ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുക്കുകയും വളരെ അടുത്ത ബന്ധം പുലർത്തുകയും സ്നേഹം മനസ്സിൽ വയ്ക്കുകയും ചെയ്തിട്ടുള്ള 2 പേരാണ് ഞങ്ങൾ. വളരെ ബഹുമാനത്തോടെ ശ്രീല ചേച്ചി, കുഞ്ചേട്ടൻ, അപ്പച്ചൻ ചേട്ടൻ, നിങ്ങളുടെ എല്ലാം മഹനീയമായൊരു സാന്നിധ്യം കൊണ്ട് നമ്മൾ മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. വലിയ ഒരു കലാകാരനെ കുറിച്ചാണ് സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തിയും മഹത്വവുമെല്ലാം പല രീതിയിൽ വീഡിയോ വാളിലായിട്ട് നമ്മളൊക്കെ പല രീതിയിൽ പറഞ്ഞാലും, അല്ലെങ്കിൽ ഇനിയിരുന്ന് ഒരുപാട് പറയാനുണ്ടെങ്കിലും, ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലൊരു പരിപാടി ഓർമ്മയിലെന്നും എന്ന പേരിട്ട് ആരംഭിക്കുമ്പോൾ ആ പരിപാടിയുടെയും ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഓർമ്മയായി വരുന്നത് പ്രേം നസീർ സാറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതിലാദ്യത്തെ അതിഥിയായി വന്ന ഷീലാമ്മയ്ക്കും ലത ചേച്ചിക്കും കുഞ്ചേട്ടനും അപ്പച്ചേട്ടനും എല്ലാവരോടുള്ള നന്ദി പറയുന്നു. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും ഓരോരുത്തരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അത് തീരുമ്പോഴേക്കും ഒരു ആൽബം, അവരുടെ ചിത്രങ്ങൾ വെച്ചൊരു ആൽബം ഒപ്പുവെച്ച് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അപ്പം ആ ഒരു ആൽബം ഒപ്പുവെക്കാൻ വരികയാണെങ്കിൽ വളരെ സന്തോഷം. സംസാരിച്ചത് അത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടത്തെക്കുറിച്ചാണെങ്കിലും ഓരോ ഓർമ്മകളും നിറം പിടിച്ചതാണ്.